ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഒരു സാധാരണ ചരിത്രകഥയല്ല കേൾക്കാൻ പോകുന്നത്. ഇത് സാഹസികതയുടെയും അതിജീവനത്തിൻ്റെയും കാലം മായ്ച്ചു കളഞ്ഞ ഒരു ലോകത്തിൻ്റെ അവസാനത്തെ ഓർമ്മപ്പെടുത്തലിൻ്റെയും കഥയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1945-നും 1950-നും ഇടയിലേക്ക്. സ്ഥലം ഭൂമിയിലെ ഏറ്റവും വിജനവും ഭയാനകവുമായ ഒരിടമാണ്. അറേബ്യൻ ഉപദ്വീപിലെ റൂബ് അൽ ഖാലി അഥവാ ദി എംപ്റ്റി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ മണലാരണ്യം. ഇന്നത്തെ സൗദി അറേബ്യ, ഒമാൻ, UAE, യമൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ചേർന്ന് കിടക്കുന്ന ഫ്രാൻസിനേക്കാൾ വലിയ ഈ മരുഭൂമി അന്നും ഇന്നും മനുഷ്യവാസമില്ലാത്ത ഒരിടമാണ്. നമ്മുടെ ഈ യാത്രയിലെ പ്രധാന കഥാപാത്രം വിൽഫ്രഡ് തെസീഗർ എന്നൊരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം ഒരു സഞ്ചാരിയും എഴുത്തുകാരനും അതിലുപരി ആധുനികത കടന്നുവരും മുൻപുള്ള പ്രാചീന സംസ്കാരങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അറേബ്യൻ സാൻഡ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ കഥ മുന്നോട്ടു പോകുന്നത്. ഈ യാത്രയിൽ അദ്ദേഹത്തിന് കൂട്ടായി ബിൻ കബീന, ബിൻ ഗബൈഷ തുടങ്ങിയ ബദൂ ഗോത്രക്കാരായ വഴികാട്ടികളുണ്ട്. മരുഭൂമിയെ സ്വന്തം കൈരേഖ പോലെ അറിയുന്ന അതിജീവനത്തിൻ്റെ കലയിൽ അഗ്രഗണ്യരായ സാധാരണ മനുഷ്യർ. ഈ കഥ വെറുമൊരു മരുഭൂമി യാത്രയുടെ വിവരണമല്ല. അടുത്ത 10 ഭാഗങ്ങളിലൂടെ നമ്മൾ പലതും കാണും. ഒമാനിലെ സലാലിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നതും മരുഭൂമിയിലെ ആദ്യത്തെ കഠിനമായ ദിവസങ്ങളും നമ്മൾ അറിയും. ഭീമാകാരമായ മണൽക്കുന്നുകൾക്കിടയിലൂടെ നക്ഷത്രങ്ങളെ മാത്രം നോക്കി വഴികാട്ടുന്ന ബദൂക്കളുടെ കഴിവ് കണ്ട് നമ്മൾ അതിശയിക്കും. വെള്ളം തീർന്ന് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ലിവ എന്ന മരുപ്പച്ചിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ആശ്വാസം നമ്മൾ അനുഭവിക്കും. എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നതിന് തൊട്ടു മുൻപുള്ള ആരും കാണാത്ത പഴയ അബുദാബി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ ചെല്ലും. പിന്നീട് ആധുനിക ലോകവുമായി ചെറിയൊരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം തിരികെ മരുഭൂമിയുടെ ഹൃദയത്തിലേക്ക് കൈപ്പേറിയൊരു മടക്കയാത്ര നടത്തും. അതുകൊണ്ടും ഇരുന്നില്ല. മാസങ്ങൾക്ക് ശേഷം തികച്ചും വ്യത്യസ്തമായൊരു ഭൂപ്രദേശത്ത് നിന്ന് രണ്ടാമതൊരു യാത്ര തുടങ്ങും. വഴിയിൽ പരസ്പരം പോരടിക്കുന്ന ഗോത്രങ്ങൾക്കിടയിൽ അകപ്പെടുന്നതും സൗദി ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം യാത്ര അപകടത്തിലാകുന്നതും നമ്മൾ കാണും. ഒടുവിൽ താൻ സ്നേഹിച്ച ആ ബദൂക്കളുടെ ലോകം എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവോടെ തെസിഗർ ആ മണലാരണ്യത്തോട് വിട പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ്? എൻ്റെ മനസ്സിൽ വരുന്നത് ഇതാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ പരന്നുകിടക്കുന്ന ഓറഞ്ച് നിറമുള്ള മണൽക്കടൽ. ഒരു മരം പോലുമില്ല, ഒരു പുൽക്കൊടി പോലുമില്ല. മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ. ആ അനന്തമായ ശൂന്യതയിൽ കറുത്ത വസ്ത്രം ധരിച്ച കുറച്ചാളുകളും അവരുടെ ഒട്ടകങ്ങളും ഒരു കറുത്ത പൊട്ടുപോലും നീങ്ങുന്നു. ആ നിശബ്ദതയുടെ ആഴം നിങ്ങൾ ഊഹിക്കാമോ? ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1945 ഒമാനിലെ സലാല എന്ന തീരദേശ പട്ടണത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള ഈ പട്ടണം തൊട്ടപ്പുറത്ത് കാത്തിരിക്കുന്ന റൂബ് അൽ ഖാലി മരുഭൂമിയുടെ നേർവിപരീതമാണ്. ഇവിടെ വായുവിൽ നനവുണ്ട്, പച്ചപ്പുണ്ട്, തെങ്ങുകളുണ്ട്. തെസിഗർ ഇവിടെ എത്തിയിട്ട് ആഴ്ചകളായി. അദ്ദേഹം വെറുമൊരു കാഴ്ചക്കാരനായി വന്നതല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: റൂബ് അൽ ഖാലി മുറിച്ചു കടക്കുക. അക്കാലത്ത് വളരെ കുറച്ച് യൂറോപ്യന്മാർ മാത്രം കണ്ടിട്ടുള്ള, ഭൂപടങ്ങളിൽ പോലും പര്യവേക്ഷണം ചെയ്യപ്പെടാത്തത് എന്ന് രേഖപ്പെടുത്തിയ ആ മണൽക്കടൽ അദ്ദേഹത്തെ മാടി പിടിക്കുകയാണ്. പക്ഷേ
ആ യാത്ര ഒറ്റയ്ക്ക് സാധ്യമല്ല. അതിന് ബദൂക്കളുടെ സഹായം വേണം. ദിവസങ്ങളോളം വെള്ളം കിട്ടിയില്ലെങ്കിലും വഴി തെറ്റാതെ കിലോമീറ്ററുകൾ താണ്ടാൻ കഴിവുള്ളവർ. തെസിഗർ ദിവസവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു, പ്രാദേശിക അറബികളുമായി ബന്ധപ്പെടുന്നു. പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. അതത്ര എളുപ്പമല്ല സായിപ്പേ, അവർ പറയുന്നു. അകത്തേക്ക് പോയ പലരും തിരിച്ചു വന്നിട്ടില്ല. അതൊരു ചതിക്കുന്ന ലോകമാണ്. ഈ മറുപടികൾ കേട്ട് തെസിഗറിന്റെ മുഷിപ്പ് കൂടുകയാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. കടലിന്റെ നീലനിറമല്ല, ഖാർ മലനിരകൾക്കപ്പുറമുള്ള മരുഭൂമിയുടെ സ്വർണ്ണനിറമാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രതീക്ഷിക്കാത്തൊരു വാർത്തയെത്തുന്നു. റഷീദ് ഗോത്രക്കാരായ 2 ചെറുപ്പക്കാർ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട്. അവർ മരുഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് വന്നവരാണ്. അവിടുത്തെ ഒരു ഷെയ്ഖിന്റെ സന്ദേശവുമായാണ് വരവ്. തെസിഗറിന്റെ ഉള്ളിൽ 1000 സൂര്യൻ ഉദിക്കുന്നു. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം അവരെ കാണുന്നു. മെലിഞ്ഞുണങ്ങിയ ശരീരവും വെയിലേറ്റ് കരുവാളിച്ച തൊലിയുമുള്ള 2 പേർ. അവരുടെ കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കമുണ്ട്. അത് മരുഭൂമിയുടെ വിശാലത കണ്ട് ശീലിച്ച കണ്ണുകളാണ്. അവരുടെ പേരുകൾ സലീം ബിൻ കബീന, സലീം ബിൻ ഗബേഷ. ഒരാൾക്ക് 19 വയസ്സ്, മറ്റേയാൾക്ക് 16 വയസ്സ്. കൗമാരം വിട്ടുമാറിയിട്ടില്ലാത്ത ഈ കുട്ടികളാണോ തന്നെ ആ മരണത്തിൻ്റെ താഴ്വര കടത്താൻ പോകുന്നതെന്ന് തെസിഗർ ഒരു നിമിഷം സംശയിക്കുന്നു. പക്ഷേ അവരുടെ നിൽപ്പ് കണ്ടാൽ അറിയാം, അവർ വെറും കുട്ടികളല്ല. അവരുടെ ഓരോ ചലനത്തിലും ആത്മവിശ്വാസമുണ്ട്. അവർ കൊണ്ടുവന്ന സന്ദേശം ഇതായിരുന്നു: നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം, പക്ഷേ യാത്രയുടെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്കായിരിക്കും. വഴിയിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇതൊരു ക്ഷണമാണോ അതോ മുന്നറിയിപ്പാണോ എന്ന് തെസിഗറിന് മനസ്സിലാകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കാനില്ലായിരുന്നു. ഇതായിരുന്നു അദ്ദേഹം കാത്തിരുന്ന അവസരം. അദ്ദേഹം സമ്മതിക്കുന്നു. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ വേഗത്തിൽ ആരംഭിക്കുന്നു. കുറച്ച് ഒട്ടകങ്ങളെ വാങ്ങുന്നു. യാത്രയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം: അരി, ഗോതമ്പ് പൊടി, ഈന്തപ്പഴം, കാപ്പി, പിന്നെ ഏറ്റവും പ്രധാനമായി വെള്ളം നിറയ്ക്കാനുള്ള തോൽ സഞ്ചികൾ, ഗിർബകൾ. തോക്കുകളും വെടിമരുന്നും കരുതുന്നുണ്ട്. കാരണം മരുഭൂമിയിലെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ മൃഗങ്ങളെക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് മനുഷ്യരെ തന്നെയാണ്. മറ്റു ഗോത്രങ്ങളുടെ അതിർത്തി കടക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. തെസിഗറിന്റെ സംഘം ചെറുതാണ്. അദ്ദേഹത്തെയും ബിൻ കബീനയെയും ബിൻ ഗബേഷിയെയും കൂടാതെ മറ്റു 2 പേർ കൂടിയുണ്ട്. അവരും റഷീദ് ഗോത്രക്കാർ തന്നെ. മൊത്തം 5 പേർ. 5 പേരും പിന്നെ 10ഓളം ഒട്ടകങ്ങളും. അതാണ് ആ വലിയ ശൂന്യതയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സംഘം. ഒടുവിൽ ആ ദിവസം വന്നെത്തുന്നു. സലാലയിലെ അങ്ങാടിയുടെ തിരക്കുകളിൽ നിന്ന് മാറി അവർ യാത്ര തുടങ്ങുകയാണ്. പട്ടണത്തിൻ്റെ അവസാനത്തെ വീടുകളും പിന്നിട്ട് പച്ചപ്പ് പതിയെ നേർത്തു വരുന്നത് അവർ കാണുന്നു. തെങ്ങുകൾ അപ്രത്യക്ഷമാകുന്നു. പുല്ലുകൾ ഇല്ലാതാകുന്നു. ഭൂമി കൂടുതൽ വരണ്ടു തുടങ്ങുന്നു. മണ്ണിൻ്റെ നിറം മാറുന്നു. കാറ്റിൻ്റെ സ്വഭാവം മാറുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റല്ല ഇപ്പോൾ വീശുന്നത്. മരുഭൂമിയുടെ ഉൾത്തടങ്ങളിൽ നിന്നുള്ള വരണ്ട ചൂടുള്ള കാറ്റാണ്. തെസിഗർ തിരിഞ്ഞു നോക്കുമ്പോൾ സലാല ഒരു പച്ചപ്പൊട്ട് പോലെ ചെറുതായി പോകുന്നതും അവസാനം കാഴ്ചയിൽ നിന്ന് മായുന്നതും കാണുന്നു. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ അറ്റമില്ലാത്ത മണൽ മാത്രം. യാത്രയുടെ തുടക്കത്തിൽ എല്ലാവരും നിശബ്ദരാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ആശങ്കകളുണ്ട്. പക്ഷെ ആരും അത് പുറത്തു കാണിക്കുന്നില്ല. മനസ്സിൽ ആഗ്രഹത്തിൻ്റെ തീയും കണ്ണുകളിൽ പ്രതീക്ഷയിലും നളിയുന്നു. ഒട്ടകങ്ങളുടെ കാലടികൾ മണലിൽ ആഴത്തിൽ പതിയുന്ന ശബ്ദവും അവയുടെ കഴുത്തിലെ മണികൾ കിലുങ്ങുന്ന നേർത്ത സ്വരവും പിന്നെ കാറ്റിൻ്റെ മൂളലും മാത്രം കേൾക്കാം. സൂര്യൻ തലയ്ക്കു മുകളിലെത്തുമ്പോൾ ചൂട് അസഹനീയമാകുന്നു. അവർ തലയും മുഖവും തുണി കൊണ്ട് മൂടുന്നു. ബിൻ കബീനയും കൂട്ടരും ഈ ചൂടിനോട് പണ്ടേ പൊരുത്തപ്പെട്ടവരാണ്. അവർക്കിതൊരു പുതിയ കാര്യമല്ല. പക്ഷേ തെസിഗറിന്, യൂറോപ്പിൻ്റെ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്, ഇത് ശരീരത്തെ ഉരുക്കുന്ന ഒരനുഭവമാണ്. ഓരോ ശ്വാസത്തിലും ചൂടുള്ള വായുവാണ് ഉള്ളിലേക്ക് കയറുന്നത്. തൊണ്ട വരളുന്നു. പക്ഷേ വെള്ളം വളരെ കുറച്ചു മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഓരോ തുള്ളിക്കും സ്വർണത്തിൻ്റെ വിലയുണ്ട്. അവർ യാത്ര തുടരുകയാണ്. മുന്നോട്ടു പോകുന്തോറും ഭൂമിയുടെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു. തുടക്കത്തിൽ പരന്നുകിടന്ന മണൽ പ്രദേശം പതിയെ കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒന്നായി മാറുന്നു. ഖാർ മലനിരകളുടെ താഴ്വാരത്തിലൂടെയാണ് അവരുടെ യാത്ര. ആദ്യത്തെ രാത്രി എത്തുന്നു. സൂര്യൻ താഴുമ്പോൾ ആകാശം നിറങ്ങളുടെ ഒരു ഉത്സവമായി മാറുന്നു. ഓറഞ്ചും ചുവപ്പും പർപ്പിളും.
ചൂട് പെട്ടെന്ന് കുറഞ്ഞ് തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങുന്നു. അവർ ഒരിടത്ത് തമ്പടിക്കുന്നു. ഒട്ടകങ്ങളെ ഇരുത്തി അവയുടെ ഭാണ്ഡങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ചെറിയൊരു തീ കൂട്ടുന്നു. ആ തീ ഉണ്ടാക്കാൻ അവരുപയോഗിക്കുന്നത് ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ കാഷ്ഠമാണ്. കാരണം മരുഭൂമിയിൽ വിറകൊരു അമൂല്യ വസ്തുവാണ്. തീയുടെ വെളിച്ചത്തിൽ അവർ ഭക്ഷണം പാകം ചെയ്യുന്നു. കുറച്ച് ഗോതമ്പുപൊടി വെള്ളത്തിൽ കുഴച്ചുണ്ടാക്കുന്ന റൊട്ടിയും ഈന്തപ്പഴവും. ശേഷം കൈപ്പേറിയ അറബിക്കാപ്പി ഊഴമിട്ട് കുടിക്കുന്നു. ആ ചെറിയ തീയുടെ ചുറ്റുമിരുന്ന് അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങുന്നു. ബിൻ കബീന മരുഭൂമിയിലെ പഴയ കഥകൾ പറയുന്നു. പ്രേതങ്ങളെയും ജിന്നുകളെയും കുറിച്ചുള്ള വിശ്വാസങ്ങൾ പങ്കുവയ്ക്കുന്നു. തെസിഗർ ആകാംക്ഷയോടെ അതെല്ലാം കേട്ടിരിക്കുന്നു. ആ നിമിഷം താനൊരു പുതിയ ലോകത്തെത്തിയെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെടുന്നു. ചുറ്റും കൂരാക്കൂരിരുട്ടാണ്. മുകളിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരു വെള്ളിപ്പരവതാനി വിരിച്ചതുപോലെ തിളങ്ങുന്നു. നഗരങ്ങളിലെ വെളിച്ചം കാണാത്തതുകൊണ്ട് അത്രയും നക്ഷത്രങ്ങളെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. ആകാശത്തിൻ്റെ ആ ഭംഗി കണ്ടപ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അല്പനേരത്തേക്ക് മാഞ്ഞുപോകുന്നു. ആദ്യത്തെ രാത്രിയിലെ അത്ഭുതം കഴിഞ്ഞു. പുലർച്ചെയാകുമ്പോൾ തണുപ്പ് എല്ലുകളെ തുളച്ചു കയറുന്നൊരു സമയമുണ്ട്. ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ തെസിഗർ കാണുന്നത് കനലുകൾ കെട്ടുപോയ ചാരക്കൂനയും അതിനപ്പുറം ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ബെദുകളെയുമാണ്. അവർ തങ്ങളുടെ തലയും ശരീരവും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ട്. ആ നിശബ്ദതയിൽ ഒട്ടകങ്ങളുടെ ദീർഘശ്വാസം മാത്രം കേൾക്കാം. നേരം വെളുക്കുന്നതിന് മുൻപേ എല്ലാവരും എഴുന്നേൽക്കുന്നു. അതൊരു നിയമമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പരമാവധി ദൂരം യാത്ര ചെയ്യണം. വെയിൽ കനത്താൽ യാത്രയുടെ വേഗം കുറയും. ശരീരത്തിലെ വെള്ളം വേഗത്തിൽ വറ്റും. ദിവസത്തിൻ്റെ തുടക്കം എപ്പോഴും ഒരുപോലെയാണ്. എഴുന്നേറ്റ ഉടനെ കാപ്പിയുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. തലേന്ന് രാത്രിയിലെ കനലുകൾ വീണ്ടും ഊതി കത്തിച്ച് ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നു. അതിലേക്ക് കാപ്പിപ്പൊടിയിട്ട് കടുപ്പമുള്ള കയ്ക്കുന്ന ഒരു പാനീയം തയ്യാറാക്കുന്നു. എല്ലാവരും അത് ഊഴമനുസരിച്ച് ഒരേ കപ്പിൽ നിന്ന് കുടിക്കുന്നു. ആ ചെറിയ ചൂടും കയ്പും ശരീരത്തിനൊരു ഉണർവ് നൽകുന്നു. അതിനുശേഷമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി: ഒട്ടകങ്ങളെ യാത്രയ്ക്ക് തയ്യാറാക്കുക. രാത്രിയിൽ വിശ്രമിച്ച ഒട്ടകങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ വലിയ മടിയാണ്. അവ പലതരം ശബ്ദങ്ങളുണ്ടാക്കി പ്രതിഷേധിക്കുന്നു. മുരളുന്നു, ഗർജിക്കുന്നു, ചിലപ്പോൾ തുപ്പാനും ശ്രമിക്കുന്നു. ഓരോ ഒട്ടകത്തിൻ്റെയും പുറത്ത് ഭാരമുള്ള ഭാണ്ഡങ്ങൾ കയറ്റിവെച്ച് കയറുകൊണ്ട് മുറുക്കിക്കെട്ടണം. തെസിഗർ തുടക്കത്തിൽ ഇതൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ പതിയെ പതിയെ ബിൻ കബീനയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അദ്ദേഹവും ഈ ജോലികളിൽ പങ്കുചേർന്നു തുടങ്ങുന്നു. യാത്ര പുനരാരംഭിക്കുമ്പോൾ ഭൂപ്രകൃതിക്ക് വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം പിന്നിലായി. ഇപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ചരൽ നിലങ്ങളാണ്. ഒരു പുൽക്കൊടി പോലുമില്ലാത്ത ചാരനിറത്തിലുള്ള പരന്ന ഭൂമി. ഇവിടെ യാത്ര വളരെ വിരസമാണ്. മണിക്കൂറുകളോളം ഒരേ കാഴ്ച. ഒട്ടകപ്പുറത്തിരുന്നുള്ള യാത്ര ശരീരത്തെ തളർത്തുന്നു. ഓരോ ചുവടിലും ശരീരം മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ ഇതൊരു രസമായി തോന്നാമെങ്കിലും മണിക്കൂറുകൾ കഴിയുമ്പോൾ നടുവിനും കാലുകൾക്കും വേദന തുടങ്ങും. ചിലപ്പോൾ അവർ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി നടക്കും. പക്ഷേ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടക്കുന്നത് അതിലും പ്രയാസമാണ്. കാലുകൾ മണലിൽ താഴ്ന്നു പോകും. ചെരുപ്പിനുള്ളിലേക്ക് ചൂടുള്ള മണൽത്തരികൾ കയറി പൊള്ളലേൽക്കും. ഉച്ചയാകുമ്പോൾ അവർ യാത്ര നിർത്തുന്നു. സൂര്യൻ കത്തിജ്വലിക്കുന്ന ആ സമയത്ത് യാത്ര ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. ഏതെങ്കിലും പാറയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ കുന്നിൻ്റെയോ തണൽ നോക്കി അവർ വിശ്രമിക്കുന്നു. തണലെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെയുള്ള തണലല്ല. സൂര്യൻ്റെ ദിശയനുസരിച്ച് ഒരു ചെറിയ ഭാഗത്ത് മാത്രം വെയിൽ കൊള്ളാതിരിക്കും, അത്രമാത്രം. അവിടെ ഇരുന്നവർ ഉച്ചഭക്ഷണം കഴിക്കുന്നു. അതും വളരെ ലളിതമാണ്. കുറച്ച് ഈന്തപ്പഴവും ഒരു കഷ്ണം ഉണങ്ങിയ റൊട്ടിയും. വെള്ളം വളരെ കുറച്ചു മാത്രം കുടിക്കുന്നു. ദാഹം മാറാനല്ല, തൊണ്ട നനയ്ക്കാൻ മാത്രം. ഈ സമയത്താരും അധികം സംസാരിക്കാറില്ല. ചൂടും ക്ഷീണവും കാരണം എല്ലാവരും തളർന്നിരിക്കും. ചിലരാ ചെറിയ തണലിൽ കിടന്ന് മയങ്ങാൻ ശ്രമിക്കും. ഈ ദിവസങ്ങളിലാണ് തെസിഗർ തൻ്റെ സഹയാത്രികരെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുന്നത്. ബിൻ കബീന ആ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവരിലൊരാളാണെങ്കിലും അവനൊരു നേതാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. എവിടെ തമ്പടിക്കണം, ഏതു വഴി പോകണമെന്നൊക്കെ അവൻ തീരുമാനിക്കുന്നു. അവൻ്റെ കണ്ണുകൾ എപ്പോഴും ജാഗരൂകമാണ്.
ദൂരെ എന്തെങ്കിലും അനക്കം കണ്ടാണോ, മണലിലെ കാലടയാളങ്ങൾ ശ്രദ്ധിച്ചാണോ, അവനെപ്പോഴും ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കും. ബിൻ ഗബേഷ കൂടുതൽ നിശബ്ദനാണ്, പക്ഷേ അവൻ്റെ സഹനശക്തി അപാരമാണ്. വിശപ്പും ദാഹവും അവനെ ബാധിക്കുന്നതേയില്ല എന്ന് തോന്നും. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവർ ഈ കഠിനമായ ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി എന്ന് തെസിഗർ അത്ഭുതത്തോടെ ഓർക്കുന്നു. ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയമുണ്ട്. ഈ യാത്രകളിൽ ബദൂക്കൾ ശരിക്കും വഴി കണ്ടുപിടിച്ചത് നക്ഷത്രങ്ങളെ മാത്രം നോക്കിയാണോ, അതോ തലമുറകൾ കൈമാറിയ ഓർമ്മകളെയാണോ അവർ കൂടുതൽ ആശ്രയിച്ചത് എന്ന്. തെസിഗറിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ചേർന്ന ഒരു കഴിവാണ്. അവർക്ക് ഓരോ കുന്നും ഓരോ പാറയും പരിചിതമാണ്. ദിവസങ്ങൾ കടന്നുപോകുന്തോറും യാത്രയുടെ കാഠിന്യം കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ അവരുടെ സംസാര വിഷയം എപ്പോഴും ഒന്നു തന്നെയാണ്: വെള്ളം. അവരുടെ തോൾസഞ്ചികളിലെ വെള്ളം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും രാവിലെ അവർ ആ സഞ്ചികൾ എടുത്തു നോക്കും. അതിൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടോ, എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. ആ തോൾസഞ്ചികളിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ചുവയുണ്ട്. പഴകിയ തോലിൻ്റെയും ആട്ടിൻ രോമത്തിൻ്റെയും ടാറിൻ്റെയും ഒക്കെ ചേർന്നൊരു ഗന്ധവും രുചിയും. തുടക്കത്തിൽ തെസിഗറിന് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ദാഹം കൂടുമ്പോൾ ആ ചീത്ത രുചി ഒരു പ്രശ്നമല്ലാതാകുന്നു. ജീവൻ നിലനിർത്താൻ ആ വെള്ളം കൂടിയേ തീരൂ. അവരുടെ ഒട്ടകങ്ങളും ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിവസങ്ങളായി അവയ്ക്ക് കാര്യമായി ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് കാണുന്ന ഉണങ്ങിയ കുറ്റിച്ചെടികളിലെ മുള്ളുകൾ മാത്രമാണ് ഭക്ഷണം. അവയുടെ നടത്തത്തിൻ്റെ വേഗം കുറഞ്ഞിട്ടുണ്ട്. ഒട്ടകങ്ങളാണ് മരുഭൂമിയിലെ ജീവനാഡി. അവ തളർന്നാൽ യാത്രയും അവസാനിക്കും. അതുകൊണ്ട് ബദൂക്കൾ അവയെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയിൽ അവയുടെ ദേഹം തടവിക്കൊടുക്കുന്നു, അവയോട് പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു. അത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരാഴത്തിലുള്ള ബന്ധമാണ്. യാത്ര തുടങ്ങി ഒരാഴ്ചയോളമാകുന്നു. ഇനി അവരുടെ മുന്നിലുള്ള ലക്ഷ്യം മക്ഷാൻ എന്നറിയപ്പെടുന്ന ഒരു കിണറാണ്. ദിവസങ്ങളായി ആ കിണറിനെ ലക്ഷ്യമാക്കിയാണ് അവർ നീങ്ങുന്നത്. ബിൻ കബീനെ പറയുന്നു, 2 ദിവസം കൂടി നമ്മൾ അവിടെ എത്തും. പക്ഷേ ആ 2 ദിവസം 2 യുഗം പോലെയാണ് തോന്നുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഒരു പക്ഷേ ആ കിണർ വറ്റിപ്പോയിരുന്നാലോ, അല്ലെങ്കിൽ അതിലെ വെള്ളം കുടിക്കാൻ കൊള്ളാത്തത്ര ഉപ്പുള്ളതാണെങ്കിലോ. ആരും അത് പുറത്തു പറയുന്നില്ല, പക്ഷേ ആ ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒടുവിൽ ദൂരെയായി കുറച്ച് പനയോലകൾ പോലുള്ള ചെടികൾ അവർ കാണുന്നു. അതൊരു അടയാളമാണ്. അവിടെ അടുത്തെവിടെയോ വെള്ളമുണ്ടാകും. എല്ലാവരുടെയും മുഖത്തൊരു പ്രതീക്ഷയുടെ തിളക്കം വരുന്നു. ഒട്ടകങ്ങൾക്ക് പോലും അത് മനസ്സിലായതുപോലെ അവയുടെ നടത്തത്തിന് വേഗം കൂടുന്നു. അവർ ആ ചെടികളെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവിടെ മണലിനാൽ പകുതി മൂടിപ്പോലെ ഒരു പഴയ കിണർ അവർ കണ്ടെത്തുന്നു. അതൊരു വലിയ കുഴിയല്ല, മണ്ണിൽ താഴ്ന്നുപോയ ഒരു ചെറിയ വായ മാത്രം. കിണറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ദുർഗന്ധം അവരെ സ്വാഗതം ചെയ്യുന്നു. കിണറിന്റെ വക്കിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അവർ ആ കാഴ്ച കാണുന്നു. അഴുക്കുപിടിച്ച പച്ച നിറത്തിലുള്ള വെള്ളം. അതിൽ ചത്ത പ്രാണികളും അഴുകിയ ഇലകളും പൊങ്ങിക്കിടക്കുന്നു. തെസിഗറിന്റെ മനസ്സിൽ നിരാശ നിറയുന്നു. ഈ വെള്ളം എങ്ങനെ കുടിക്കും? ഇത് കുടിച്ചാൽ അസുഖം വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ ബദൂക്കൾക്കതൊരു ഭാവവ്യത്യാസവുമില്ല. അവർ തങ്ങളുടെ ഉണ്ടായിരുന്ന തോൽപാത്രം കയറിൽ കെട്ടി കിണറ്റിലേക്കിറക്കുന്നു. കോരിയെടുത്ത വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. വെള്ളത്തിന് കടുത്ത ഉപ്പുരസവും ചീത്ത മണവുമുണ്ട്. പക്ഷേ അവരത് ആർത്തിയോടെ കുടിക്കുകയാണ്. ഒട്ടകങ്ങളെ കിണറിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അവയും ആ മലിനജലം ആർത്തിയോടെ കുടിച്ചു തുടങ്ങുന്നു. തെസിഗറും കുറച്ച് വെള്ളം കുടിക്കുന്നു. ആ നിമിഷം ലോകത്തിലെ ഏറ്റവും നല്ല പാനീയമായി അദ്ദേഹത്തിനത് തോന്നുന്നു. അവർ തങ്ങളുടെ തോൽസഞ്ചികളെല്ലാം ആ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ജീവൻ നിലനിർത്താൻ ഇത് മതി. ആ കിണറിനരികിൽ അവർ അന്ന് രാത്രി തങ്ങാൻ തീരുമാനിക്കുന്നു. ആ അഴുക്കുവെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ അന്ന് രാത്രി ഒരാടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്യുന്നു. അതൊരാഘോഷം പോലെയായിരുന്നു. ആഹാരത്തിന് ശേഷം പതിവ് പോലെ കാപ്പി കുടിച്ചിരിക്കുമ്പോൾ തെസിഗർ ഓർക്കുകയായിരുന്നു, നാഗരികതയിൽ ജീവിക്കുന്ന മനുഷ്യർ എത്ര നിസ്സാര കാര്യങ്ങൾക്കാണ് പരാതിപ്പെടുന്നത്. ഇവിടെ ഒരിറക്ക് ഉപ്പുവെള്ളം കിട്ടുന്നത് ഒരു വലിയ ഉത്സവമാണ്. മക്ഷാനിലെ ഉപ്പുവെള്ളം നൽകിയ താൽക്കാലിക ആശ്വാസത്തിന് ശേഷം യാത്രയുടെ സ്വഭാവം അടിമുടി മാറാൻ പോവുകയാണ്. അവർ അതുവരെ സഞ്ചരിച്ച ചരൽ നിലങ്ങളും പാറക്കെട്ടുകളും പതിയെ അപ്രത്യക്ഷമാകുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ചക്രവാളത്തിൽ ഒരു സ്വർണ്ണമതിൽ പോലെ എന്തോ ഒന്ന് ഉയർന്നു നിൽക്കുന്നത് തെസീഗർ കാണുന്നു. അതൊരു മലയല്ല, അതാണ് റൂബ് അൽ ഖാലി. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണൽക്കടൽ.
ഉറുഗ് അൽ ഷൈബ എന്നാണ് ബദൂക്കൾ ആ ഭീമാകാരമായ മണൽക്കുന്നുകളുടെ സാമ്രാജ്യത്തെ വിളിക്കുന്നത്. അതിനടുത്തേക്ക് ചെല്ലുന്തോറും ഓരോരുത്തരിലും ഒരു നിശബ്ദമായ ഭയം കലർന്ന ആരാധന നിറയുന്നു. 100-200 മീറ്റർ ഉയരത്തിലുള്ള കൂറ്റൻ മണൽമലകൾ, അവ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ അനന്തമായി പരന്നുകിടക്കുന്നു. സൂര്യരശ്മി തട്ടി അവയുടെ നിറം മാറിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ സ്വർണ്ണനിറമാണെങ്കിൽ ഉച്ചയ്ക്ക് വിളറിയ മഞ്ഞ നിറമാകും. വൈകുന്നേരം സൂര്യൻ താഴുമ്പോൾ കടും ഓറഞ്ചും ചുവപ്പും നിറങ്ങളാൽ അവ കത്തിയെരിയുന്നതുപോലെ തോന്നും. അവയുടെ മുകൾ ഭാഗം ഒരു വാളിൻ്റെ വായ്ത്തല പോലെ മൂർച്ചയേറിയതാണ്. കാറ്റു വീശുമ്പോൾ ആ മുകൾ പരപ്പിൽ നിന്ന് നേർത്ത മണൽത്തരികൾ പുക പോലെ പറന്നു പോകുന്നത് കാണാം. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ മണൽക്കുന്നുകളുടെ രൂപം സ്ഥിരമാണോ അതോ കാറ്റിൻ്റെ ഗതിയനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുമോ എന്ന്. എന്നാൽ ബദൂക്കൾക്ക് അതൊരു തർക്കവിഷയമേയല്ല. അവർക്കറിയാം ഓരോ കുന്നിനും അതിൻ്റേതായൊരു സ്വഭാവമുണ്ടെന്ന്. ഈ മണൽക്കടലിലേക്ക് പ്രവേശിക്കുന്നത് പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പോലെയാണ്. പരന്ന നിലത്തുകൂടെ ഒട്ടകങ്ങളെ തെളിക്കുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ. ഓരോ അടിവെപ്പിലും കാലുകൾ മണലിൽ ആഴ്ന്നു പോകുന്നു. ഒട്ടകങ്ങൾക്കും ഈ കയറ്റം വളരെ പ്രയാസമാണ്. അവയുടെ വലിയ പാദങ്ങൾ മണലിൽ താണുപോകാതിരിക്കാൻ സഹായിക്കുമെങ്കിലും കുത്തനെയുള്ള കയറ്റങ്ങളിൽ അവയുടെ കാലുകൾ വഴുതുന്നു. അവ മുന്നോട്ടു പോകാൻ വിസമ്മതിച്ച് മുരളുന്നു. പലപ്പോഴും യാത്രക്കാർക്ക് ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി അവയെ മുന്നിൽ നിന്ന് വലിച്ചും പിന്നിൽ നിന്ന് തള്ളിയും കയറ്റേണ്ടി വരുന്നു. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിക്കുന്നു. ശ്വാസം കിട്ടാതെ തൊണ്ട വരണ്ടു പോകുന്നു. മുകളിലെത്തിയാൽ തീർന്നില്ല. കുത്തനെയുള്ള ഇറക്കമാണ് അടുത്ത വെല്ലുവിളി. ഒരു വശത്തുകൂടി കഷ്ടപ്പെട്ട് കയറിയാൽ മറുവശം ഒരു കൊക്ക പോലെ കുത്തനെ താഴേക്കായിരിക്കും. ആ ഇറക്കമിറങ്ങുമ്പോൾ മണൽ ഒരു പുഴ പോലെ താഴേക്ക് ഒഴുകിപ്പോകും. ചിലപ്പോൾ വലിയ ശബ്ദത്തോടെ മണൽ ഇടിഞ്ഞു താഴേക്ക് വീഴും. ബദൂക്കൾ ഇതിനെ പാടുന്ന മണൽ എന്ന് തമാശയായി പറയും. കാറ്റ് മണൽത്തരികളെ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരുതരം മൂളുന്ന ശബ്ദമാണത്. ആദ്യമായി കേൾക്കുമ്പോൾ അതൊരു ഭയാനകമായ അനുഭവമാണ്. ദൂരെ എവിടെയോ ഒരു വിമാനം പറന്നു പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ഒരു വലിയ മൃഗം മുരളുന്നതുപോലെയോ തോന്നും. തെസിഗർ ആദ്യമായി ആ ശബ്ദം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഈ വിജനതയിലും പ്രകൃതി അതിൻ്റേതായ സംഗീതം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ വഴി കണ്ടുപിടിക്കുക എന്നത് അസാധ്യമെന്നാണ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് തോന്നുക. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെയുള്ള മണൽക്കുന്നുകൾ. വഴി അടയാളപ്പെടുത്താൻ ഒരു മരമോ പാറയോ ഇല്ല. പക്ഷേ ബിൻ കബീനയ്ക്കും ഗബേഷയ്ക്കും ഒരു ഭാവവ്യത്യാസവുമില്ല. അവർക്ക് വഴിയറിയാം. അവർ സൂര്യനെ നോക്കുന്നു. പിന്നെ മണൽക്കുന്നുകളുടെ ചരിവുകൾ ശ്രദ്ധിക്കുന്നു. കാറ്റ് ഏത് ദിശയിൽ നിന്നാണ് വീശുന്നത് എന്നവർക്ക് കൃത്യമായി അറിയാം. കാരണം കാറ്റാണ് ഈ കുന്നുകൾക്ക് രൂപം നൽകുന്നത്. കുന്നുകളുടെ മൂർച്ചയേറിയ ഭാഗം എപ്പോഴും കാറ്റിന് അഭിമുഖമായിരിക്കും. ഈ ചെറിയ സൂചനകൾ വച്ചാണ് അവർ ദിശ നിർണയിക്കുന്നത്. ഇത് പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച അറിവല്ല, തലമുറകളായി കൈമാറി വന്ന രക്തത്തിൽ അലിഞ്ഞുചേർന്ന കഴിവാണ്. തെസിഗർ തൻ്റെ കോമ്പസ് എടുത്തു നോക്കുമ്പോൾ ബിൻ കബീന പോകുന്ന ദിശ കൃത്യമാണെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ആ മണൽ ലോകം കൂടുതൽ സുന്ദരവും എന്നാൽ ഭയാനകവുമാകുന്നു. ഓരോ കുന്നിനും കിലോമീറ്ററുകൾ നീളമുള്ള നിഴലുകളുണ്ടാകുന്നു. ആ നിഴലുകൾക്കിടയിൽ ലോകം മുഴുവൻ ഒളിച്ചുവെച്ചതുപോലെ തോന്നും. ചൂട് പെട്ടെന്ന് കുറഞ്ഞ് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങുന്നു. അവർ യാത്ര നിർത്തി 2 മണൽക്കുന്നുകൾക്കിടയിലുള്ള ഒരു ചെറിയ താഴ്വാരയിൽ തമ്പടിക്കാൻ തീരുമാനിക്കുന്നു. രാത്രിയാകുമ്പോൾ ആ മണൽ താഴ്വരയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം കൈവരുന്നു. തീ കത്തിക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം തൊട്ടടുത്തുള്ള മണൽക്കുന്നിൻ്റെ ചെരുവിൽ തട്ടി പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് അവരുടെ ചെറിയ ക്യാമ്പ് ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നത് പോലെ തോന്നും. മുകളിലേക്ക് നോക്കിയാൽ കറുത്ത ആകാശത്തിൻ്റെ ഒരു കീറ് മാത്രം കാണാം. ആകാശത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ ഭീമാകാരമായ മണൽക്കുന്നുകളുടെ കൂർത്ത അരികുകൾ മറച്ചിരിക്കുന്നു. ആ കറുത്ത വരമ്പിനു മുകളിലായി നക്ഷത്രങ്ങൾ മുത്തുമണികൾ വാരി വിതറിയതുപോലെ തിളങ്ങുന്നു. തെസിഗർ ആ കാഴ്ച നോക്കിയിരുന്നു പോകുന്നു. നഗരത്തിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആകാശം കാണുന്നത് പോലെ അല്ല ഇത്. ഇത് പ്രകൃതിയുടെ തന്നെ ഒരു വാനനിരീക്ഷണശാലയാണ്. തീയുടെ ചുറ്റുമിരുന്ന് അവർ കാപ്പി കുടിക്കുമ്പോൾ സംഭാഷണം പതിയെ ആ പാടുന്ന മണലിനെക്കുറിച്ചാകുന്നു.
ബിൻ ഗഭീഷ പറയുന്നു, ചിലപ്പോൾ ജിന്നുകളാണ് ആ ശബ്ദമുണ്ടാക്കുന്നതെന്ന്. വഴിതെറ്റി മരുഭൂമിയിൽ അലയുന്ന യാത്രക്കാരെ കൂടുതൽ ഭയപ്പെടുത്താൻ വേണ്ടിയാണത്രേ അത്. ചില മണൽക്കുന്നുകളുടെ ഉള്ളിൽ പഴയ പ്രേതനഗരങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും രാത്രിയിൽ ആത്മാക്കൾ പുറത്തു വരുമ്പോൾ മണൽക്കൂനുകൾ ഇളകുമെന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നു. തെസിഗർ ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വിശ്വാസമില്ല. കാറ്റാണ് ആ ശബ്ദമുണ്ടാക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ ആ തീയുടെ വെളിച്ചത്തിൽ ചുറ്റും ഇരുട്ട് ഘനീഭവിച്ചു നിൽക്കുമ്പോൾ ആ കഥകൾ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. ആ നിമിഷങ്ങളിൽ ആധുനിക ലോകത്തിലെ അറിവുകളേക്കാൾ കൂടുതൽ പ്രാസക്തി ഈ മനുഷ്യരുടെ വിശ്വാസങ്ങൾക്കാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. രാത്രിയുടെ തണുപ്പ് കൂടിക്കൂടി വരുന്നു. മണലിന് ഒരു വിചിത്രമായ സ്വഭാവമുണ്ട്. അത് എത്ര പെട്ടെന്ന് ചൂടാകുന്നുവോ അത്രയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇപ്പോൾ നിലത്ത മണലിൽ തൊട്ടാൽ ഐസ് പോലെ തണുപ്പാണ്. അവർ ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. വെറുതെ മണലിൽ കിടക്കുകയല്ല ചെയ്യുന്നത്. ഓരോരുത്തരും അവരവർക്ക് കിടക്കാനുള്ള സ്ഥലത്ത് സ്വന്തം കൈകൊണ്ട് മണൽ മാന്തി ശരീരത്തിന് പാകമായ ഒരു ചെറിയ കുഴിയുണ്ടാക്കുന്നു. കാറ്റിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ മുൻകരുതൽ. ശേഷം തങ്ങളുടെ കയ്യിലുള്ള മുഷിഞ്ഞ പുതപ്പ് തലവഴി മൂടി ആ കുഴിയിലേക്ക് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ചുരുണ്ടുകൂടുന്നു. തെസിഗറും അവരെ അനുകരിക്കുന്നു. ആ മണലിൻ്റെ തണുപ്പും മുകളിലെ നക്ഷത്രങ്ങളും പൂർണ്ണമായ നിശബ്ദതയും അതൊരു പുതിയ അനുഭവമാണ്. ആ നിശബ്ദതയ്ക്കൊരു ഭാരമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നു. സ്വന്തം ഹൃദയമിടിപ്പ് പോലും ചെവിയിൽ മുഴങ്ങിക്കേൾക്കാം. പുലർച്ചെ അവർ ഉണരുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് അവരെ കാത്തിരുന്നത്. അവർ തമ്പടിച്ചിരിക്കുന്ന താഴ്വരയിൽ അപ്പോഴും രാത്രിയുടെ തണുപ്പും ഇരുട്ടും ബാക്കിയുണ്ട്. എന്നാൽ കിഴക്ക് ഭാഗത്തുള്ള മണൽക്കുന്നുകളുടെ മുകൾ പരപ്പിൽ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ തട്ടിത്തുടങ്ങിയിരിക്കുന്നു. ആ ഭാഗം മാത്രം തങ്കമുരുക്കിയൊഴിച്ചതുപോലെ വെട്ടിത്തിളങ്ങുന്നു. താഴെ നിഴലും തണുപ്പും, മുകളിൽ വെളിച്ചവും ചൂടും. ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർ തങ്ങളുടെ കൈപ്പേറിയ കാപ്പി കുടിക്കുന്നു. ഇന്നത്തെ ദിവസവും കഠിനമായിരിക്കും. ഇനിയും ഒരുപാട് മണൽമലകൾ കയറിയിറങ്ങാനുണ്ട്. പക്ഷേ ആ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം അവർക്ക് മുന്നോട്ടു പോകാനുള്ളൊരു പുതിയ ഊർജം നൽകുന്നു. തെസിഗർ ആ നിമിഷം ഓർത്തു, താൻ എന്തിനാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നതെന്ന്. ലണ്ടനിലെ സുഖപ്രദമായ ജീവിതം ഉപേക്ഷിച്ച് വിശപ്പും ദാഹവും സഹിച്ച് ഈ മരുഭൂമിയിലൂടെ അലയുന്നത് എന്തിന്? അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നു. ഇതുപോലെയുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. പണം കൊടുത്താൽ കിട്ടാത്ത, മറ്റൊരിടത്തും അനുഭവിക്കാൻ കഴിയാത്ത ഈ ഒറ്റപ്പെടലിൻ്റെയും പ്രകൃതിയുടെ ഭീമാകാരമായ സൗന്ദര്യത്തിൻ്റെയും അനുഭൂതിക്കു വേണ്ടി. അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ തയ്യാറാക്കി വീണ്ടും ആ സ്വർണ്ണമലനിരകളിലേക്ക് കയറാൻ തുടങ്ങി. ഓരോ ചവിട്ടിലും മണൽ താഴേക്ക് ഒഴുകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം ശാന്തമായ സന്തോഷമായിരുന്നു. ഉർക്ക് അൽ ഷൈബ എന്ന മണൽ സാമ്രാജ്യത്തിൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറുകയാണ്. തുടക്കത്തിൽ കണ്ട ആ സൗന്ദര്യവും അത്ഭുതവുമെല്ലാം ഇപ്പോൾ ഭയാനകമായൊരു യാഥാർത്ഥ്യത്തിന് വഴിമാറിയിരിക്കുന്നു. മണൽക്കുന്നുകൾക്ക് ഒരു മാറ്റവുമില്ല. ഒന്ന് കയറിയിറങ്ങിയാൽ മുന്നിൽ അതിനേക്കാൾ വലുത് മറ്റൊന്ന്. യാത്രയുടെ ദിനചര്യ ഇപ്പോൾ വിശപ്പും ദാഹവും സഹിക്കുക എന്നത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അരിയും ഗോതമ്പ് പൊടിയും ഏതാണ്ട് പൂർണ്ണമായി തീർന്നു. ഇപ്പോൾ ആകെയുള്ള ഭക്ഷണം കല്ലുപോലെ ഉണങ്ങിയ കുറച്ച് ഈന്തപ്പഴങ്ങളാണ്. ഓരോ നേരം കഴിക്കാനും അത് എണ്ണിയാണ് എടുക്കുന്നത്. ഒരാൾക്ക് 3 എണ്ണം. വെള്ളത്തിൻ്റെ കാര്യമാണ് അതിലും കഷ്ടം. മക്ഷാനിൽ നിന്നും നിറച്ച ഉപ്പുവെള്ളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. തോൽ സഞ്ചികൾ ഇപ്പോൾ തൂക്കി നോക്കേണ്ട ആവശ്യമില്ല. കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അവയുടെ ഭാരം കുറഞ്ഞു വരുന്നത്. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും ബിൻ കബീനയുടെ മുഖത്ത് ഒരുതരം ആശങ്ക നിഴലിക്കുന്നുണ്ട്. അവരിപ്പോൾ സംസാരിക്കുന്നത് പോലും വളരെ കുറവാണ്. സംസാരിക്കുമ്പോൾ തൊണ്ട കൂടുതൽ വരളും എന്നതുകൊണ്ട് മാത്രമല്ല, പറയാൻ പുതിയതായി ഒന്നുമില്ലാത്തതുകൊണ്ടും കൂടിയാണ്. എല്ലാവരുടെയും ചിന്ത ഒന്നു തന്നെയാണ്: അടുത്ത കിണർ എവിടെയാണ്? നമ്മൾ അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? തെസിഗ്ലിൻ്റെ ശരീരം ഈ കഠിനാധ്വാനത്തോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വരണ്ടു പൊട്ടി അതിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട്. കണ്ണുകൾ കുഴിഞ്ഞു, മുഖം ക്ഷീണം കൊണ്ട് കൂടിപ്പോയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ അലട്ടുന്നത് സ്വന്തം അവസ്ഥയല്ല, മറിച്ച് ഒട്ടകങ്ങളുടെ സ്ഥിതിയാണ്. ആ മിണ്ടാപ്രാണികൾ മനുഷ്യരെക്കാൾ കൂടുതൽ സഹിക്കുന്നുണ്ട്. അവയുടെ ശരീരത്തിലെ കൊഴുപ്പ് മുഴുവൻ ഉപയോഗിച്ച് തീർന്നിരിക്കുന്നു. മുതുകിലെ മുഴകൾ ചുക്കിച്ചുളിഞ്ഞു ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയിട്ടുണ്ട്. അവയുടെ നടത്തം വളരെ പതുക്കെയായി. ചിലപ്പോൾ മണൽക്കുന്നുകൾ കയറാൻ വിസമ്മതിച്ച് അവ നിലത്ത് മുട്ടുകുത്തി കറയും. അപ്പോൾ ബദൂക്കൾ അവയെ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യാറില്ല. പകരം അവയുടെ അടുത്ത് ചെന്നിരുന്ന് കഴുത്തിൽ തലോടുകയും എന്തോ രഹസ്യം പറയുന്നത് പോലെ ചെവിയിൽ പതിയെ സംസാരിക്കുകയും ചെയ്യും. ആ കാഴ്ച കാണുമ്പോൾ
ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളത് വെറുമൊരു ഉടമസ്ഥ അടിമ ബന്ധമല്ലെന്ന് തെസിഗറിന് മനസ്സിലാവുന്നു. അതൊരുമിച്ച് അതിജീവിക്കാൻ ശ്രമിക്കുന്ന രണ്ട് സഹജീവികൾ തമ്മിലുള്ള ബന്ധമാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മണൽക്കുന്നിൻ്റെ നിഴലിൽ വിശ്രമിക്കുമ്പോൾ സലിം ബിൻ ഗബൈഷ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ കാറ്റിൻ്റെ ദിശയിലേക്ക് മുഖം തിരിച്ച് ഒരു മൃഗത്തെപ്പോലെ വായു മണത്തു നോക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ ദൂരേക്ക് എങ്ങോട്ടോ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എന്താ? ബിൻ ഗബീന ചോദിച്ചു. ഒരു മണം, ഗബൈഷ മറുപടി പറഞ്ഞു. പച്ചപ്പിൻ്റെ മണം. മറ്റുള്ളവർക്കും അതൊരു പ്രതീക്ഷ നൽകി. അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് മണത്തു നോക്കി. പക്ഷെ അവർക്കാർക്കും ഒന്നും അനുഭവപ്പെട്ടില്ല. മരുഭൂമി ചിലപ്പോൾ മനുഷ്യരെ വഞ്ചിക്കുകയായിരിക്കും. ദാഹം കൂടുമ്പോൾ വെള്ളം അടുത്താണെന്ന് തോന്നലുണ്ടാകും. ഇതിനെ മിറാജ് അഥവാ മരീചിക എന്ന് പറയും. ഇതത്തരമൊരു തോന്നൽ മാത്രമാണോ എന്ന് തെസിഗർ സംശയിച്ചു. പക്ഷെ ബിൻ കബീനയ്ക്ക് അവൻ്റെ കൂട്ടുകാരനെ വിശ്വാസമായിരുന്നു. അവൻ പറഞ്ഞാൽ അതിൽ കാര്യമുണ്ടാകും. അവൻ്റെ മൂക്ക് ഒരു വേട്ടപ്പട്ടിയുടേതുപോലെയാണ്. ആ ഒരു പ്രതീക്ഷയിൽ അവർ വീണ്ടും യാത്ര തുടർന്നു. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മണൽക്കുന്നുകളല്ലാതെ മറ്റൊന്നും അവർ കണ്ടില്ല. തെസിഗറിൻ്റെ മനസ്സിൽ നിരാശ നിറഞ്ഞു. ഒരുപക്ഷെ ഗബൈഷയ്ക്ക് തെറ്റുപറ്റിയതായിരിക്കും. എന്നാൽ ബദൂക്കൾ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അവർ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒടുവിൽ വൈകുന്നേരത്തോടെ ബിൻ കബീന ഒട്ടകത്തെ നിർത്തി. അവൻ മുന്നോട്ട് വിരൽ ചൂണ്ടി. അതാ, അവൻ പറഞ്ഞു. ദൂരെ ചക്രവാളത്തിൽ മണലിൻ്റെ സ്വർണ്ണനിറത്തിൽ ഒരു കറുത്ത വര പോലെ എന്തോ ഒന്ന് കാണുന്നു. അത് മറ്റൊരു മണൽക്കുന്നിൻ്റെ നിഴലാണോ അതോ വെറും തോന്നലാണോ? അവർ അങ്ങോട്ട് വേഗത്തിൽ നടന്നു. അടുത്തെത്തും തോറും ആ കറുത്ത വര വലുതായി വന്നു. അതൊരു നിഴലല്ല, ഈന്തപ്പനകളാണ്. നൂറുകണക്കിന് ഈന്തപ്പനകളുടെ ഒരു കൂട്ടം. വർഷങ്ങളായി പച്ചപ്പ് കാണാത്ത ഒരാളുടെ കണ്ണിന് അത് നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ലിവാ മരപ്പച്ചയായിരുന്നു. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവരുടെ കാലുകൾക്ക് അപ്പോൾ എവിടെ നിന്നോ ഒരു പുതിയ ശക്തി കിട്ടിയതുപോലെയായി. ഒട്ടകങ്ങൾ പോലും ആ പച്ചപ്പിൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ വേഗത്തിൽ നടന്നു തുടങ്ങി. മരപ്പച്ചയിലേക്ക് അടുക്കുംതോറും വായുവിൽ നനഞ്ഞ മണ്ണിൻ്റെയും പച്ചപ്പിൻ്റെയും ഗന്ധം വ്യക്തമായി വരുന്നു. അതൊരു സുഗന്ധം പോലെയാണ് അവർക്ക് തോന്നിയത്. ഒടുവിൽ അവർ ആദ്യത്തെ ഈന്തപ്പനയുടെ തണലിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി നിന്നുപോയി. ബിൻ കബീനയും ഗബേഷിയും തങ്ങളുടെ ഒട്ടകങ്ങളുടെ കഴുത്തിൽ തട്ടി അവയെ അഭിനന്ദിച്ചു. തെസിഗർ വെറുതെ ആ പനമരത്തിൽ കൈവച്ച് നിന്നു. ആ പച്ചിലയുടെ തണുപ്പ് അദ്ദേഹത്തിൻ്റെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നത് പോലെ തോന്നി. ലിവ എന്നത് ഒരൊറ്റ ഗ്രാമമായിരുന്നില്ല. ഭീമാകാരമായ മണൽക്കുന്നുകളുടെ താഴ്വരകളിൽ നൂറുകണക്കിന് കിലോമീറ്ററുകളോളം ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ചെറിയ ഗ്രാമങ്ങളും തോട്ടങ്ങളുമായിരുന്നു അത്. ഓരോ ഗ്രാമത്തിലും കുറച്ചു വീടുകൾ, ഒരു ചെറിയ കോട്ട, പിന്നെ ധാരാളം ഈന്തപ്പനകളും. അവർ കണ്ട ആദ്യത്തെ ഗ്രാമത്തിലേക്ക് നടന്നു ചെന്നു. അവിടെ കുറച്ചാളുകൾ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണവും ഭാവവും തെസിഗറിൻ്റെ കൂടെയുള്ള ബദൂക്കളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നവരല്ല, ഒരിടത്ത് സ്ഥിരതാമസമാക്കിയ കർഷകരാണ്. അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പ്രായമായ മനുഷ്യൻ മുന്നോട്ട് വന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അയാൾ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. ബിൻ കബീന് മുന്നോട്ട് ചെന്ന് തങ്ങൾ റഷീദ് ഗോത്രക്കാരാണെന്നും മരുഭൂമി മുറിച്ചു കടന്നു വരികയാണെന്നും പറഞ്ഞു. ആ മനുഷ്യൻ തെസിഗറിനെ അടിമുടി നോക്കി. ഒരു വെള്ളക്കാരനെ അദ്ദേഹം ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരിക്കും. കുറച്ചു നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം അയാളുടെ മുഖത്തെ കാർക്കശ്യമഴഞ്ഞു. അയാൾ അവരെ ഗ്രാമത്തിലെ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. ആ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത തണുത്ത ശുദ്ധമായ വെള്ളം അവർ ആദ്യമായി കുടിച്ചപ്പോൾ അതൊരു അമൃതം പോലെയാണ് തോന്നിയത്. ആ വെള്ളത്തിൻ്റെ രുചി അതിന് വർണ്ണിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഉപ്പിൻ്റെയോ തോലിൻ്റെയോ ചുവയില്ലാത്ത ശുദ്ധമായ ജലം അവർ മതി വരുവോളം കുടിച്ചു. മുഖവും കൈകാലുകളും കഴുകി ഒട്ടകങ്ങളെ വെള്ളം കുടിപ്പിച്ചു. അതിനുശേഷം ആ ഗ്രാമത്തിലെ ആളുകൾ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. ഈന്തപ്പഴവും ഒട്ടകപ്പാലിൽ നിന്നുണ്ടാക്കിയ മോരും പിന്നെ ചൂടുള്ള ഗോതമ്പ് റൊട്ടിയും. ദിവസങ്ങളായി പട്ടിണി കിടന്ന അവർ ആർത്തിയോടെയാണത് കഴിച്ചത്. ഓരോ ഉരുള കഴിക്കുമ്പോഴും ശരീരത്തിലേക്ക് ജീവൻ തിരികെ വരുന്നതുപോലെ തെസിഗറിന് തോന്നി. ആ രാത്രി അവർ ആ ഗ്രാമത്തിലെ അതിഥികളായി. ഒരു ചെറിയ പള്ളിയുടെ മുറ്റത്ത് അവർക്ക് കിടക്കാനിടം നൽകി. ചുറ്റും മനുഷ്യരുടെ ശബ്ദങ്ങൾ, കുട്ടികളുടെ കരച്ചിൽ, വളർത്തുമൃഗങ്ങളുടെ ഒച്ചകൾ.
ദിവസങ്ങളോളം മരുഭൂമിയുടെ പൂർണ്ണമായ നിശബ്ദത മാത്രം കേട്ട തെസിഗറിന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ താൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മണൽക്കുന്നുകൾക്ക് നടുവിൽ ഇങ്ങനെയൊരു പച്ചത്തുരുത്തോ? ഇവിടെ മനുഷ്യർ തലമുറകളായി ജീവിക്കുന്നു, കൃഷി ചെയ്യുന്നു, സ്നേഹിക്കുന്നു, കലഹിക്കുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മണൽക്കടലിനാൽ ചുറ്റപ്പെട്ട ഒരു വേറിട്ട ലോകം. ഈ മരുപ്പച്ച ഒരു അത്ഭുതമാണെന്ന് തെസിഗർ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ അതോടൊപ്പം മറ്റൊരു ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ഈ യാത്രയുടെ ഏറ്റവും കഠിനമായ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പൂർണ്ണമായ സന്തോഷം തോന്നിയില്ല. കാരണം ആ മരുഭൂമിയുടെ ശൂന്യതയും അതിലെ കഷ്ടപ്പാടുകളും താൻ ഒരു തരത്തിൽ സ്നേഹിച്ചു തുടങ്ങിയിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബദൂക്കളുടെ കൂടെയുള്ള ആ ജീവിതം, ഓരോ ദിവസവും അതിജീവനത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടം, അതിനൊരു പ്രത്യേക ലഹരി ഉണ്ടായിരുന്നു. ഇവിടെ ലിവയിൽ സുരക്ഷിതത്വമുണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യമില്ല. ഇവിടത്തെ ജീവിതത്തിന് അതിൻ്റേതായ നിയമങ്ങളും ചിട്ടകളുമുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു അപരിചിതനായി മാറിയിരിക്കുന്നു. ലിവയിലെ ജീവിതം തെസിഗറിനൊരു താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സഞ്ചാരിയായ മനസ്സ് അവിടെ അടങ്ങിയിരുന്നില്ല. ദിവസങ്ങളോളം ഒരേ ഗ്രാമത്തിൽ ഒരേ മുഖങ്ങളെ കണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മടുപ്പ് തോന്നി തുടങ്ങി. മരുഭൂമിയുടെ അനന്തമായ ശൂന്യതയിലേക്ക് തിരിച്ചു പോകാനല്ല, മറിച്ച് ഈ യാത്രയ്ക്കൊരു പൂർണ്ണത നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. റൂബ് അൽ ഖാലി മുറിച്ചു കടക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ലിവ ഒരിടത്താവളം മാത്രമായിരുന്നു. ഇനി അവർക്ക് തീരത്തേക്ക് പോകണം. അടുത്ത ലക്ഷ്യസ്ഥാനം അബുദാബി എന്നൊരു തീരദേശ ഗ്രാമമാണ്. ലിവയിലെ കർഷകരിൽ നിന്ന് ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ, പ്രധാനമായും ഈന്തപ്പഴവും ഒട്ടകങ്ങൾക്ക് കഴിക്കാനുള്ള പുല്ലും വാങ്ങി അവർ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. യാത്ര തുടങ്ങുമ്പോൾ ആ പച്ചപ്പിൻ്റെ ലോകം പിന്നോട്ടു മാഞ്ഞു പോകുന്നത് തെസിഗർ കണ്ടുനിന്നു. വീണ്ടും മുന്നിൽ മണൽ മാത്രം. പക്ഷേ ഇത്തവണത്തെ മണലിന് ഒരു വ്യത്യാസമുണ്ട്. റൂബ് അൽ ഖാനിയുടെ ഉള്ളിലെ പോലെ ഭീമാകാരമായ മണൽക്കുന്നുകളല്ല ഇവിടെ. താരതമ്യേന പരന്ന ഉറപ്പുള്ള നിലമാണ്. ഇടയ്ക്കിടെ ഉപ്പുരസമുള്ള ചതുപ്പുനിലങ്ങളും ചെറിയ മണൽത്തിട്ടകളും കാണാം. യാത്രയുടെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു. മരണഭയം ഇപ്പോഴില്ല. കയ്യിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയുടെ വേഗവും കുറഞ്ഞു. അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ബിൻ കബീനയും കൂട്ടരും അബുദാബിയെക്കുറിച്ച് കേട്ടറിവുള്ള കഥകൾ പറഞ്ഞു തുടങ്ങി. അതൊരു വലിയ പട്ടണമാണെന്നും അവിടെ കടലിൽ നിന്ന് മുത്തെടുക്കുന്ന മുക്കുവരുണ്ടെന്നും വലിയ പായ്ക്കപ്പലുകൾ വരുന്നൊരു തുറമുഖമുണ്ടെന്നും അവർ പറഞ്ഞു. അവരുടെ വർണ്ണനകൾ കേട്ടപ്പോൾ തെസിഗറിൻ്റെ മനസ്സിൽ അതൊരു ചെറിയ വെനീസോ അലക്സാൻഡ്രിയോ ഒക്കെ ആയിരിക്കുമെന്നൊരു ചിത്രം രൂപപ്പെട്ടു. ഒരു ദിവസം രാവിലെ കാറ്റിൻ്റെ ഗന്ധത്തിൽ ഒരു പ്രകടമായ മാറ്റം വന്നു. മണലിൻ്റെയും പൊടിയുടെയും ഗന്ധമല്ല, പകരം ഉപ്പിൻ്റെയും നനഞ്ഞ കല്ലുകളുടെയും ഒരു പ്രത്യേക മണം. കടൽ, ബിൻ ഗവേഷ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി കടൽ കാണാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ പരിഭ്രമം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ദൂരെ ചക്രവാളത്തിൽ കടും നീലനിറത്തിൽ ഒരു വര പ്രത്യക്ഷപ്പെട്ടു. തുടക്കത്തിൽ അതൊരു മരീചികയാണോ എന്ന് തെസിഗർ സംശയിച്ചു. പക്ഷേ അത് കൂടുതൽ വ്യക്തമായി വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അത് പേർഷ്യൻ ഗൾഫാണ്. അനന്തമായ മണൽക്കടലിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ജലത്തിൻ്റെ കടലിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അബുദാബിയുടെ ആദ്യത്തെ കാഴ്ച തെസിഗറിനെ ചെറുതായൊന്ന് നിരാശപ്പെടുത്തി. അതൊരു നഗരമായിരുന്നില്ല. കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു മണൽത്തിട്ടയിൽ പണിത കുറച്ച് കുടിലുകളുടെയും ഒരു ചെറിയ കോട്ടയുടെയും കൂട്ടം, അത്രമാത്രം. ഇന്നത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും 8 വരി പാതകളും ആഡംബര ഹോട്ടലുകളുമുള്ള അബുദാബിയുടെ സ്ഥാനത്ത് അന്ന് 100 200 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു മുക്കുവ ഗ്രാമം. പവിഴപ്പുറ്റുകളുടെ കല്ലുകളും ഈന്തപ്പനയോലകളും കൊണ്ട് നിർമ്മിച്ച ലളിതമായ വീടുകൾ. വീടുകൾക്ക് മുന്നിൽ ഉണക്കാനിട്ടിരിക്കുന്ന മത്സ്യബന്ധന വലകൾ, തീരത്ത് കയറ്റിവെച്ചിരിക്കുന്ന മരത്തിൻ്റെ പഴയ പായ്വഞ്ചികൾ, അന്തരീക്ഷത്തിൽ ഉണക്കമീനിൻ്റെ രൂക്ഷഗന്ധം. അവരുടെ വരവ് ആ ഗ്രാമത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു. മരുഭൂമിയുടെ ദിശയിൽ നിന്ന് മെലിഞ്ഞുണങ്ങി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സംഘം വരുന്നത് കണ്ട് ആളുകൾ തങ്ങളുടെ ജോലികൾ നിർത്തി അവരെ തന്നെ നോക്കി നിന്നു. കുട്ടികൾ ഭയത്തോടെയും കൗതുകത്തോടെയും അവർക്ക് പിന്നാലെ കൂടി. കൂട്ടത്തിൽ വെളുത്ത നിറമുള്ള തെസിഗർ ഒരു അത്ഭുത ജീവിയെപ്പോലെയായിരുന്നു. അവർ ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയായ ഷെയ്ഖ് ഷഖ്ബൂത്ത് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ കോട്ടയ്ക്ക് മുന്നിലെത്തി. വിവരമറിഞ്ഞ് ഷെയ്ഖ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു.
വളരെ ലളിതമായൊരു മുറിയിലിരുന്ന് അദ്ദേഹം അവരോട് യാത്രയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. റൂബൽ ഖാലി മുറിച്ചുകടന്നാണ് അവർ വരുന്നത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. അദ്ദേഹം അവർക്ക് താമസിക്കാനൊരിടവും ഭക്ഷണവും ഏർപ്പാടാക്കി കൊടുത്തു. അബുദാബിയിലെ ദിവസങ്ങൾ തെസിഗറിന് ഒരു സാംസ്കാരികമായ ഷോക്കായിരുന്നു. മരുഭൂമിയിലെ ബദൂക്കളുടെ ജീവിത രീതികളുമായി അദ്ദേഹം ഒരുവിധം പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഇവിടത്തെ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇവിടെ ആളുകളുടെ പ്രധാന വരുമാനമാർഗം മുത്തുച്ചിപ്പി വാരലായിരുന്നു. പുലർച്ചെ തന്നെ പുരുഷന്മാർ ചെറിയ വഞ്ചികളിൽ കടലിലേക്ക് പോകും. ദിവസം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിത്തപ്പി മുത്തുച്ചിപ്പികൾ ശേഖരിച്ച് വൈകുന്നേരത്തോടെ തിരികെയെത്തും. അതൊരു അപകടം പിടിച്ച ജോലിയായിരുന്നു. പലർക്കും സ്രാവുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചിലർക്ക് വെള്ളത്തിൽ വെച്ച് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത്, അതായത് 1940കളിൽ ജപ്പാനിൽ കൃത്രിമമായ മുത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ അബുദാബിയിലെ മുത്തുവ്യാപാരം തകർച്ചയുടെ വക്കിലായിരുന്നു. ആ പഴയ പ്രതാപത്തിൻ്റെ നിഴൽ മാത്രമാണ് തെസിഗർ അവിടെ കണ്ടത്. ഇവിടത്തെ ഭക്ഷണരീതിയും വ്യത്യസ്തമായിരുന്നു. ഈന്തപ്പഴം പ്രധാന ആഹാരമാണെങ്കിലും കൂടെ കഴിക്കാൻ എപ്പോഴും മീനുണ്ടാകും, ചുട്ടതും ഉണങ്ങിയതും. മരുഭൂമിയിൽ ഒരു തുള്ളി പാലിനു വേണ്ടി കൊതിച്ചിരുന്ന തെസിഗറിന് ഇവിടെ ഒട്ടകപ്പാൽ കിട്ടാനേ ഇല്ലായിരുന്നു. കാരണം ഇവിടത്തുകാർ ഒട്ടകങ്ങളെ വളർത്തുന്നത് സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമാണ്, പാലിനു വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ബദൂ കൂട്ടാളികൾക്ക് ഈ ജീവിതം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കടൽ കാണുന്നത് തന്നെ ഒരുതരം ഭയമായിരുന്നു. ആ വലിയ വെള്ളക്കെട്ടിനെ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇതിലെങ്ങനെയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്നത്? എവിടെ വേണമെങ്കിലും മുങ്ങിപ്പോകാമല്ലോ, മണലാണ് ഏറ്റവും സുരക്ഷിതം എന്ന് ബിൻകബീന പറയുമായിരുന്നു. അവർക്ക് മീനിൻ്റെ മണവും ഇഷ്ടപ്പെട്ടില്ല. എത്രയും പെട്ടെന്ന് തിരികെ മരുഭൂമിയിലേക്ക് പോകാൻ അവർ തിടുക്കം കൂട്ടി. എന്നാൽ തെസിഗറിന് അത്ര പെട്ടെന്ന് അവിടം വിട്ടുപോകാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം അബുദാബി അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിലുള്ള ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു ബ്രിട്ടീഷ് പൗരനായതുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ബ്രിട്ടീഷ് രാഷ്ട്രീയ പ്രതിനിധിയുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് സ്റ്റോബാർട്ട് എന്നായിരുന്നു. തെസിഗർ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കിട്ടിയത് ഒട്ടും സൗഹാർദ്ദപരമല്ലാത്ത ഒരു സ്വീകരണമായിരുന്നു. അനുവാദം കൂടാതെ ആരുമറിയാതെ ഗോത്രവർഗക്കാർക്കിടയിലൂടെ ഇങ്ങനെയൊരു യാത്ര നടത്തിയത് സ്റ്റോബാർട്ടിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന ഭാവത്തിലായിരുന്നു അയാളുടെ സംസാരം. ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ബ്രിട്ടീഷ് സർക്കാരിനായിരുന്നേനെ. ഗോത്രങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിങ്ങളുടെ ഒരു യാത്ര മതി. സ്റ്റോബാർട്ടിൻ്റെ ദേഷ്യത്തിന് കാരണമുണ്ടായിരുന്നു. ആ പ്രദേശം വളരെ സെൻസിറ്റീവായിരുന്നു. ഗോത്രങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാം. ഒരു യൂറോപ്യൻ കൊല്ലപ്പെട്ടാൽ അത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറും. അതുകൊണ്ട് തെസിഗറിൻ്റെ യാത്രയെ ഒരു സാഹസിക കൃത്യമായല്ല, മറിച്ച് ഒരു നിരുത്തരവാദപരമായ പ്രവൃത്തിയായിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ കണ്ടത്. അയാൾ ഉടൻ തന്നെ തെസിഗറിനോട് യാത്ര അവസാനിപ്പിച്ച് ഷാർജയിലേക്കോ ദുബായിലേക്കോ പോയി അവിടെ നിന്ന് വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ കർശനമായി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം തെസിഗറിനെ ശരിക്കും കുഴപ്പത്തിലാക്കി. അദ്ദേഹത്തിന് തൻ്റെ കൂടെ വന്ന ബിൻ കബീനയെയും കൂട്ടരെയും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഒരു വിമാനത്തിൽ കയറിപ്പോകാൻ കഴിയില്ലായിരുന്നു. അത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. മരുഭൂമിയിൽ വെച്ച് അവർ അദ്ദേഹത്തെ സംരക്ഷിച്ചു. തങ്ങളുടെ അവസാനത്തെ ഭക്ഷണവും വെള്ളവും പങ്കുവച്ചു. അവർ വെറും വഴികാട്ടികളായിരുന്നില്ല, മറിച്ച് സുഹൃത്തുക്കളായിട്ടാണ് തെസിഗർ കണ്ടത്. അവരെ സുരക്ഷിതമായി അവരുടെ നാട്ടിൽ തിരികെ എത്തിക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തതാണ്. ആ വാക്ക് ലംഘിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല. തലകുലുക്കി എല്ലാം സമ്മതിച്ചതുപോലെ അഭിനയിച്ചു. പക്ഷേ ആ കൂട്ടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തീരുമാനം ഉറച്ചിരുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കില്ല. താൻ വന്ന വഴിയിലൂടെ, അതേ മരുഭൂമിയിലൂടെ തൻ്റെ ബദു സുഹൃത്തുക്കളുടെ കൂടെ തന്നെ മടങ്ങിപ്പോകും. പക്ഷേ അത് രഹസ്യമായി ചെയ്യണം. ബ്രിട്ടീഷ് അധികാരികൾ അറിയുന്നതിന് മുമ്പ് തങ്ങൾ അബുദാബിയിൽ നിന്ന് അപ്രത്യക്ഷമാകണം. അതൊരു വെല്ലുവിളിയായിരുന്നു. ഒരുപക്ഷെ താൻ പിടിക്കപ്പെട്ടാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും തൻ്റെ കൂട്ടാളികളോടുള്ള കടപ്പാടിന് മുന്നിൽ ആ ഭയത്തിന് സ്ഥാനമില്ലായിരുന്നു. അങ്ങനെ ആധുനിക ലോകത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ച് കൈപ്പേറിയൊരു മടക്കയാത്രയ്ക്ക് തെസിഗറും സംഘവും രഹസ്യമായി തയ്യാറെടുക്കാൻ തുടങ്ങി. അബുദാബിയിലെ ആ ചെറിയ കോട്ടയ്ക്കുള്ളിൽ തെസിഗറും കൂട്ടരും തടവുകാരെ പോലെയാണ് കഴിയുന്നത്. പുറമേക്ക് അവർ ഷൈക്കിൻ്റെ അതിഥികളാണ്,
പക്ഷേ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കണ്ണുകൾ എപ്പോഴും തങ്ങളുടെ മേലുണ്ടെന്ന് തെസീഗറിനറിയാം. സ്റ്റോബാർട്ടിന്റെ നിർദ്ദേശം വ്യക്തമാണ്: എത്രയും പെട്ടെന്ന് ഒരു കപ്പലിൽ കയറി തീരം വിടുക. എന്നാൽ തെസീഗറിന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതിയാണ് രൂപപ്പെടുന്നത്. അദ്ദേഹം തന്റെ ബദു കൂട്ടാളികളുമായി രഹസ്യമായി സംസാരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുന്നു, വന്ന വഴിയിലൂടെ. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിൻ കബീനയുടെയും ഗബേഷയുടെയും കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം വന്നു. അവർക്ക് അബുദാബി മടുത്തിരുന്നു. ഈ കടലും മീൻ മണക്കുന്ന കാറ്റും അപരിചിതരായ മനുഷ്യരും അവർക്ക് ശ്വാസം മുട്ടിക്കുന്ന ഒരനുഭവമായിരുന്നു. മരുഭൂമിയുടെ കഷ്ടപ്പാടുകളിലേക്ക് തിരിച്ചു പോകാൻ അവർ തയ്യാറായിരുന്നു. കാരണം അതായിരുന്നു അവരുടെ ലോകം. അവർക്ക് അബുദാബിയിലെ ജീവിതം നിർബന്ധിച്ചു പങ്കെടുപ്പിച്ച ഒരു ബോറൻ ഓഫീസ് സെമിനാർ പോലെയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമായിരുന്നു അവരുടെ മുഖത്ത്. തയ്യാറെടുപ്പുകൾ അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. പകൽ സമയത്ത് അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങുന്നു. എന്നാൽ രാത്രിയിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് അവർ ഒട്ടകങ്ങളെ യാത്രയ്ക്ക് തയ്യാറാക്കുന്നു. പുതിയ തോൾസഞ്ചികളിൽ വെള്ളം നിറയ്ക്കുന്നു. കൂടുതൽ ഈന്തപ്പഴം വാങ്ങിക്കരുതുന്നു. ഒരു രാത്രി നിലാവില്ലാത്ത കറുത്ത വാവ് ദിവസം നോക്കി അവർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ആരും കാണാതെ, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവർ അബുദാബിയിൽ നിന്ന് ഊർന്നിറങ്ങുന്നു. ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണികളെല്ലാം തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നേർത്ത കിലുക്കം പോലും കേൾക്കാനില്ല. ഗ്രാമത്തിലെ അവസാനത്തെ കുടിലും പിന്നിട്ട് അവർ മണലിലേക്ക് പ്രവേശിക്കുമ്പോൾ തെസീഗറിൻ്റെ ഹൃദയം പടപടായിടിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമോ? ആരെങ്കിലും തങ്ങളെ പിന്തുടരുന്നുണ്ടോ? പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അവർ വീണ്ടും മരുഭൂമിയുടെ വിശാലമായ നിശബ്ദതയുടെ ഭാഗമായി മാറുന്നു. ഈ മടക്കയാത്രയ്ക്ക് പക്ഷേ ഒരു കൈപ്പേറിയ ചുവയുണ്ട്. മുന്നോട്ടു പോകുമ്പോഴുണ്ടായിരുന്നതുപോലെയുള്ള ഒരു പ്രതീക്ഷയോ ആകാംക്ഷയോ ഇപ്പോഴില്ല. റൂബ് അൽ ഖാലിയുടെ ഉള്ളറകളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. തങ്ങൾ ഒരിക്കൽ അതിജീവിച്ച അതേ അപകടങ്ങളിലേക്ക് സ്വയം എറിഞ്ഞു കൊടുക്കുകയാണ്. ബ്രിട്ടീഷ് അധികാരികൾ തങ്ങളെ അന്വേഷിക്കാൻ ആളുകളെ അയക്കുമോ എന്ന ഭയം തെസീഗറിനുണ്ട്. അതുകൊണ്ട് അവർ വന്ന അതേ വഴി ഉപേക്ഷിച്ച് അധികം ആരും സഞ്ചരിക്കാത്ത കൂടുതൽ ദുർഘടമായൊരു പുതിയ പാത തിരഞ്ഞെടുക്കാൻ ബിൻ കബീന തീരുമാനിക്കുന്നു. ഈ പുതിയ വഴി കൂടുതൽ വരണ്ടതും വിജനവുമാണ്. ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടും ഒരു പച്ചപ്പിൻ്റെ കണിക പോലും കാണാനില്ല. യാത്ര തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു പുതിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ ഒട്ടകങ്ങളിലൊന്ന് പെട്ടെന്ന് യാത്രയുടെ വേഗം കുറച്ചു. അതിടയ്ക്കിടെ നിന്ന് കളയുന്നു, നടക്കാൻ മടി കാണിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതിൻ്റെ മുൻകാലുകളിലൊന്നിൽ ഒരു വലിയ മുള്ള് തറച്ചു കയറിയിരിക്കുന്നു. അവർ അതിനെ താഴേക്കിരുത്തി ആ മുള്ള് പുറത്തെടുക്കാൻ ശ്രമിച്ചു. അതൊരു വേദന നിറഞ്ഞ കാഴ്ചയായിരുന്നു. ആ മിണ്ടാപ്രാണി വേദന കൊണ്ട് പുളയുന്നു, പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. മുള്ള് പുറത്തെടുത്തപ്പോഴേക്കും ആ ഭാഗം പഴുത്തു വീർത്തിരുന്നു. അതിന് ശരിയായി നടക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഒരൊട്ടകത്തിൻ്റെ വേഗം കുറഞ്ഞാൽ അത് മൊത്തം സംഘത്തിൻ്റെ വേഗത്തെ ബാധിക്കും. അവർക്ക് ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. കയ്യിലുള്ള വെള്ളം അതിനനുസരിച്ച് കണക്ക് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും അവർ ആ ഒട്ടകത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു. അതിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ഭാണ്ഡങ്ങൾ മറ്റൊട്ടകങ്ങളുടെ പുറത്തേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ അതിൻ്റെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. അത് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അതിൻ്റെ കണ്ണുകളിൽ ഒരുതരം നിസ്സഹായത നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അതിൻ്റെ നില കൂടുതൽ വഷളായി. അത് നടക്കുമ്പോൾ കാല് നിലത്തുറപ്പിക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് പുളയുന്നത് കാണാമായിരുന്നു. ഒടുവിൽ ഒരു ദിവസം രാവിലെ യാത്ര തുടങ്ങാൻ നേരം അത് എഴുന്നേൽക്കാൻ വിസമ്മതിച്ച് നിലത്ത് കിടന്നു. അതിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടോ എന്ന് തെസീഗറിന് തോന്നിപ്പോയി. സംഘം മുഴുവൻ അതിൻ്റെ ചുറ്റും നിശബ്ദരായി നിന്നു. എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് കഴിയില്ല. കാരണം ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടാൽ കഴുകന്മാരും മറ്റു മൃഗങ്ങളും അതിനെ ജീവനോടെ കൊത്തിപ്പറിക്കും. അതൊരു ക്രൂരമായ മരണമായിരിക്കും. കുറച്ചുനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബിൻ കബീന ഒരു തീരുമാനമെടുത്തു. അവൻ്റെ മുഖം കല്ലുപോലെ ഉറച്ചതായിരുന്നു. ഇനി ഇത് മുന്നോട്ടു പോകില്ല, അവൻ പറഞ്ഞു. ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ അരയിൽ നിന്ന് മൂർച്ചയേറിയൊരു കത്തിയെടുത്തു. മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലായി. അവർ ആ ഒട്ടകത്തിൻ്റെ കണ്ണുകൾ ഒരു തുണി കൊണ്ട് മൂടി. അതിൻ്റെ കഴുത്തിൽ പതിയെ തലോടി. തെസീഗറിന് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുഖം തിരിച്ചു. ഒരു ഞരക്കം മാത്രം കേട്ടു. പിന്നെ എല്ലാം നിശബ്ദമായി. ആ നിശബ്ദതയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു.
അവർ ഒരുമിച്ച് തുടങ്ങിയ യാത്രയുടെ ഭാരം ചുമന്ന ഒരു സഹയാത്രികനാണ് ഇപ്പോൾ ജീവനില്ലാതെ മണലിൽ കിടക്കുന്നത്. പക്ഷേ മരുഭൂമിയിൽ ദുഃഖിച്ചിരിക്കാൻ സമയമില്ല. അതിജീവനമാണ് ഏറ്റവും വലിയ നിയമം. അവർ ആ ഒട്ടകത്തിൻ്റെ തൊലിയുരിഞ്ഞ് അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഒരംശം പോലും അവർ പാഴാക്കിയില്ല. അന്ന് രാത്രി അവർ തീ കൂട്ടി ആ പച്ചയിറച്ചി ചുട്ടുതിന്നു. ദിവസങ്ങളായി പട്ടിണി കിടന്ന അവർക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആ ഭക്ഷണത്തിന് സന്തോഷത്തിൻ്റെ രുചിയായിരുന്നില്ല, മറിച്ച് നഷ്ടത്തിൻ്റെ കയ്പായിരുന്നു. അതൊരു വിരുന്നായിരുന്നില്ല, ഒരുതരം ബലികർമ്മം പോലെയായിരുന്നു. ആ ഇറച്ചി അവർക്ക് അടുത്ത കുറച്ച് ദിവസത്തേക്ക് ജീവൻ നിലനിർത്താനുള്ള ഊർജം നൽകി. ബാക്കിയുള്ള ഇറച്ചി ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി അവർ കനം കുറച്ചരിഞ്ഞ് വെയിലത്ത് വെച്ചു. ഒരൊട്ടകം കുറഞ്ഞതോടെ ബാക്കിയുള്ളവയുടെ ഭാരം കൂടി. യാത്ര കൂടുതൽ ദുഷ്കരമായി. ആ സംഭവം എല്ലാവരെയും മാനസികമായി തളർത്തിയിരുന്നു. അവർക്കിടയിൽ സംസാരം വീണ്ടും കുറഞ്ഞു. ഓരോരുത്തരും സ്വന്തം ചിന്തകളിൽ മുഴുകി യാത്ര തുടർന്നു. തങ്ങൾ എന്തിനാണ് ഈ ദുരിതത്തിലേക്ക് വീണ്ടും വന്നതെന്ന് ഒരുപക്ഷെ അവരെല്ലാം ഒരു നിമിഷം ചിന്തിച്ചു കാണും. അബുദാബിയിലെ ആപേക്ഷികമായ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഈ മരണത്തിൻ്റെ താഴ്വരയിലേക്ക് തിരികെ വന്നത് ഒരു വിഡ്ഢിത്തമായിരുന്നു. തെസിഗറിൻ്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. താനാണ് ഈ യാത്രയ്ക്ക് മുൻകൈയെടുത്തത്. തനിക്കു വേണ്ടിയാണ് ഈ ബദൂക്കൾ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി കൂടെ വന്നത്. ഇപ്പോൾ താൻ കാരണം അവർക്ക് തങ്ങളുടെ വിലപ്പെട്ട ഒരൊട്ടകത്തെ നഷ്ടമായിരിക്കുന്നു. ആധുനിക ലോകവും പ്രാചീന ലോകവും തമ്മിലുള്ള ഒരു സംഘർഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടക്കുകയായിരുന്നു. സ്റ്റോബാർട്ടിൻ്റെ ലോകത്ത് നിയമങ്ങളും ചിട്ടകളുമുണ്ട്. അവിടെ ഒരൊട്ടകം ചത്താൽ ഇൻഷുറൻസ് കിട്ടിയേക്കാം. പക്ഷേ ബിൻ കബീനയുടെ ലോകത്ത് ഒരൊട്ടകത്തിൻ്റെ നഷ്ടമെന്നത് പണം കൊണ്ട് നികത്താവുന്ന ഒന്നല്ല. അത് കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. ആ ഒട്ടകത്തിൻ്റെ നിസ്സഹായമായ നോട്ടം തെസിഗറിൻ്റെ ഓർമ്മയിൽ ഒരു മുറിപ്പാട് പോലെ അവശേഷിച്ചു. ഈ മടക്കിയാത്രയുടെ കയ്പ് ഒന്നുകൂടി വർദ്ധിക്കുകയായിരുന്നു. ആ കൈപ്പേറിയ മടക്കയാത്രയും ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നുള്ള ഒളിച്ചോട്ടം കഴിഞ്ഞ് മാസങ്ങൾ കടന്നുപോകുന്നു. വിൽഫ്രഡ് തെസിഗർ അറേബ്യ വിട്ടുപോയിരുന്നു. പക്ഷേ ആ മണലാരണ്യം ഒരു കാന്തം പോലെ അദ്ദേഹത്തെ തിരികെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനു ശേഷം 1946 അവസാനത്തിൽ അദ്ദേഹം വീണ്ടും അറേബ്യൻ ഉപദ്വീപിൽ തിരിച്ചെത്തുന്നു. പക്ഷേ ഇത്തവണ തുടക്കം ഒമാനിലെ സലാലയിൽ നിന്നോ അബുദാബിയുടെ തീരത്തുനിന്നോ അല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു കോണിൽ നിന്നാണ്. യമനിലെ ഹദ്രമൗത്തിൽ നിന്ന്. ഹദ്രമൗത്തിനെ റൂബൽ ഖാലിയയുമായി താരതമ്യം ചെയ്യുന്നത് ഗ്രാൻഡ് കാന്യനെ സഹാറ മരുഭൂമിയുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. രണ്ടും വിജനമാണ്, പക്ഷെ രണ്ടിൻ്റെയും സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽക്കുള്ളുകളില്ല. പകരം ഭൂമിയിൽ ഒരു ഭീമാകാരമായ വിള്ളൽ വീണതുപോലെ 100 കണക്കിന് മീറ്റർ താഴ്ചയുള്ള വിശാലമായ വാദി എന്നറിയപ്പെടുന്ന ഉണങ്ങിയ നദീകടങ്ങളാണ്. ഈ വാദികളുടെ ഇരുവശത്തും ചെങ്കുത്തായ പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളുടെ മുകളിൽ കഴുകന്മാർ കൂടുകൂട്ടുന്നത് പോലെ പുരാതനമായ പട്ടണങ്ങൾ പണിതുയർത്തിയിരിക്കുന്നു. ചെളികട്ടകൾ കൊണ്ട് നിർമ്മിച്ച 5ഉം 6ഉം നിലകളുള്ള ലോകത്തിലെ ആദ്യത്തെ അമ്പരചുംബികൾ എന്ന് വിളിക്കാവുന്ന കെട്ടിടങ്ങളുള്ള ഷിബാം പോലുള്ള പട്ടണങ്ങൾ ഇവിടെയാണ്. ഈ വാദികളുടെ അടിവാരത്ത് മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്ന ഉണങ്ങിയ പുഴയുടെ ഓരങ്ങളിൽ ഈന്തപ്പനത്തോട്ടങ്ങളും ചെറിയ കൃഷിയിടങ്ങളുമുണ്ട്. ഈ ഭൂപ്രകൃതി യാത്രയെ തന്നെ മാറ്റിമറിക്കുന്നു. ഇവിടെ പ്രധാന വെല്ലുവിളി ദാഹമോ വഴിതെറ്റലോ അല്ല, മറിച്ച് ചെങ്കുത്തായ പാറക്കെട്ടുകൾ കയറിയിറങ്ങുന്നതും ഇടുങ്ങിയ വഴികളിലൂടെ പോകുന്നതും എപ്പോൾ വേണമെങ്കിലും ഒരു മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള വാദികളുടെ അടിവാരത്തിലൂടെ സഞ്ചരിക്കുന്നതുമാണ്. ഈ പ്രദേശം നൂറ്റാണ്ടുകളായി പുറം ലോകത്തുനിന്ന് ഒരുപാട് ഒറ്റപ്പെട്ട് കിടന്ന ഒന്നാണ്. ഇവിടുത്തെ ഗോത്രവർഗക്കാർക്ക് അവരുടേതായ നിയമങ്ങളും ശത്രുതകളുമുണ്ട്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ അപകടങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. തെസിഗറിൻ്റെ ഈ രണ്ടാമത്തെ യാത്രയുടെ ലക്ഷ്യം ഹദ്രമൗത്തിൽ നിന്ന് തുടങ്ങി റൂബൽ ഖാലിയുടെ തെക്കേയറ്റം മുറിച്ചുകടന്ന് ഒമാനിൽ തിരിച്ചെത്തുക എന്നതാണ്. ആദ്യയാത്രയിൽ കൂടെയുണ്ടായിരുന്ന ബിൻ കബീനയോ ബിൻ ഗബൈഷയോ ഈ സംഘത്തിലില്ല. തെസിഗർ അവരെ സുരക്ഷിതരായി തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിച്ചിരുന്നു. ഇത്തവണത്തെ കൂട്ടാളികൾ പുതിയ മുഖങ്ങളാണ്. അവർ ഹദ്രമൗത്തിലെ തന്നെ ബൈത്ത് യമാനി എന്ന ഗോത്രത്തിലെ അംഗങ്ങളാണ്. ഈ സംഘത്തിലെ പ്രധാനികൾ 2 പേരാണ്.
മുസല്ലം ബിൻ അൽ കമാമും ഷെയ്ഖ് ഹമദ് അൽ ഹർസൂസിയും. ഇവർ റഷീദ് ഗോത്രക്കാരെ പോലെ ചെറുപ്പക്കാരല്ല. മധ്യവയസ്സ് പിന്നിട്ട, ജീവിതത്തിൻ്റെ കയ്പും മധുരവും അനുഭവിച്ചറിഞ്ഞ, മുഖത്ത് പരുക്കൻ ഭാവമുള്ള മനുഷ്യരാണിവർ. അവരുടെ കണ്ണുകളിൽ സൗഹൃദത്തിൻ്റെ തിളക്കമില്ല, പകരം ഒരുതരം കച്ചവടക്കാരൻ്റെ സൂക്ഷ്മതയാണ് കാണുന്നത്. അവർ ഈ യാത്രയ്ക്ക് വരുന്നത് തെസിഗറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം നൽകുന്ന പ്രതിഫലത്തിനു വേണ്ടിയാണ്. ഈ യാത്രയുടെ തയ്യാറെടുപ്പുകളിലും വ്യത്യാസമുണ്ട്. കൂടുതൽ കയറുകൾ കരുതുന്നുണ്ട്, കാരണം പാറക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ ഒട്ടകങ്ങളെയും ഭാണ്ഡങ്ങളെയും കെട്ടിയിറക്കേണ്ടി വരും. തോക്കുകളും വെടിമരുന്നും മുൻപത്തേക്കാൾ കൂടുതലായി കരുതുന്നു, കാരണം ഈ വഴികളിൽ കൊള്ളക്കാരുടെ ആക്രമണം സാധാരണമാണ്. നരവംശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു വാദമുണ്ട്. ഹദ്രമൗത്തിലെ ഈ ഒറ്റപ്പെട്ട വാദികളിലെ സാമൂഹിക ഘടന എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെക്കുറിച്ച്. നിരന്തരമായ ഗോത്രവർഗ യുദ്ധങ്ങളാണോ അതോ പരിമിതമായ വിഭവങ്ങളാണോ അവരുടെ ഈ കഠിനമായ സ്വഭാവത്തിന് കാരണം എന്ന കാര്യത്തിൽ ഇന്നും ഒരു തർക്കം നിലനിൽക്കുന്നു. തെസിഗറിന് പക്ഷേ ഒന്നറിയാം: ഈ മനുഷ്യർ തൻ്റെ പഴയ കൂട്ടാളികളെപ്പോലെ നിഷ്കളങ്കരല്ല. യാത്ര തുടങ്ങുന്നത് ഒരു വലിയ വാദിയുടെ അടിവാരത്ത് നിന്നാണ്. ഇരുവശത്തും ഉയർന്നുവരുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ഒരു വിടവിലൂടെ എന്ന പോലെയാണ് അവരുടെ യാത്ര. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരുന്നില്ല. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ കാണുന്നുണ്ട്. പാറക്കെട്ടുകളിൽ ഒട്ടിച്ചു വെച്ചതുപോലെയുള്ള ആ ഗ്രാമങ്ങളിലെ ആളുകൾ അവരെ സംശയത്തോടെയാണ് നോക്കുന്നത്. അവർക്ക് പുറത്തുനിന്നുള്ളവരുമായി അധികം സമ്പർക്കമില്ല. ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ഷൈഖും നിയമങ്ങളുമുണ്ട്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഓരോ ഷൈഖിൻ്റെയും അനുവാദം വാങ്ങണം. യാത്ര മുന്നോട്ടു പോകുന്തോറും ഈ പുതിയ ലോകത്തിൻ്റെ നിയമങ്ങൾ തെസിഗറിന് കൂടുതൽ വ്യക്തമായി വരികയായിരുന്നു. ഓരോ വാദിയും ഓരോ ഗോത്രത്തിൻ്റെ അധികാര പരിധിയിലാണ്. ഒരു ഗോത്രത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അടുത്ത ഗോത്രത്തിൻ്റെ കാവൽക്കാർ അവരെ തടഞ്ഞു നിർത്തുന്നു. ഓരോ തവണയും ഒരേ ചോദ്യങ്ങൾ: നിങ്ങൾ ആരാണ്? ഇങ്ങോട്ട് പോകുന്നു? കൂടെയുള്ള ഈ വെള്ളക്കാരൻ ആരാണ്? ഓരോ തവണയും ഷൈഖ് ഹമദിന് തൻ്റെ നയതന്ത്രപരമായ കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അവർക്ക് യാത്ര തുടരാൻ അനുവാദം കിട്ടും. മറ്റു ചിലപ്പോൾ ചെറിയൊരു പാരിതോഷികം, കുറച്ച് കാപ്പിയോ വെടിമരുന്നോ കൊടുക്കേണ്ടി വരും. ഇതൊരു തരം അനൗദ്യോഗിക ടോൾ പിരിവ് പോലെയായിരുന്നു. ഒരു ദിവസം അവർ വളരെ ഇടുങ്ങിയ ഒരു മലയിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഒരാൾ അവരെ ഉച്ചത്തിൽ വിളിച്ചു. അവർ നിന്നു. അധികം വൈകാതെ പാറകൾക്ക് പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും തോക്കേന്തിയ 10ഓളം ആളുകൾ അവർക്ക് ചുറ്റും പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുഖഭാവം ഒട്ടും സൗഹൃദപരമായിരുന്നില്ല. അവർ മറ്റൊരു ഗോത്രക്കാരായിരുന്നു, ബൈത്ത് യമാനിയുടെ ശത്രുക്കൾ. തെസിഗറിൻ്റെ ഉള്ളിൽ ഒരു ഭയം അരിച്ചുകയറി. റൂബൽ ഖാലിയിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ പോലും അദ്ദേഹത്തിന് ഇത്രയും ഭയം തോന്നിയിരുന്നില്ല. ഇവിടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് എന്ത് നിയമമാണുള്ളതെന്ന് ആർക്കറിയാം? ഷെയ്ഖ് ഹമദും മുസല്ലിമും ഒട്ടും പതരാതെ മുന്നോട്ട് ചെന്നു. അവരുടെ കൈവശം തോക്കുകളുണ്ടായിരുന്നെങ്കിലും അവർ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൂചനയും നൽകിയില്ല. ഇരുപക്ഷവും തമ്മിൽ ഉച്ചത്തിലുള്ള വാഗ്വാദം തുടങ്ങി. അവർ പരസ്പരം കുടുംബ പേരുകൾ വിളിച്ചു പറയുന്നു. പഴയകാല യുദ്ധങ്ങളുടെയും ചതിയുടെയും കണക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. തെസിഗറിന് ആ ഭാഷയുടെ എല്ലാ വശങ്ങളും മനസ്സിലാകുന്നില്ലെങ്കിലും ആ സംഭാഷണത്തിലെ അപകടം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആയുധധാരികളായ ആ സംഘത്തിൻ്റെ നേതാവ് തെസിഗറിനെ ചൂണ്ടി എന്തോ ചോദിച്ചു. അതൊരു ഡോക്ടറാണ്. ഷെയ്ഖ് ഹമദ് മറുപടി പറഞ്ഞു. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു. അതൊരു ചെറിയ കള്ളമായിരുന്നു, പക്ഷേ ആ സാഹചര്യത്തിൽ അതായിരുന്നു ഏറ്റവും നല്ല പ്രതിരോധം. ഒരു ഡോക്ടറെ ആരും ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അരമണിക്കൂറോളം നീണ്ട ആ വാഗ്വാദത്തിനൊടുവിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി. തെസിഗറിൻ്റെ സംഘം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്കും കുറേ വെടിമരുന്നും പിന്നെ കുറച്ചു പണവും അവർക്ക് നൽകണം. എങ്കിൽ അവർക്ക് ആ വഴി കടന്നു പോകാം. അതൊരു കൊള്ളയായിരുന്നു, പക്ഷെ ആ നിമിഷം ജീവൻ തിരിച്ചു കിട്ടാൻ അതല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. അവരാവശ്യപ്പെട്ടതെല്ലാം കൊടുത്തതിനു ശേഷം ആ സംഘം അവരെ കടന്നുപോകാൻ അനുവദിച്ചു. അവരാ മലയിടുക്ക് കടന്ന് ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തുന്നതുവരെ ആരും ഒന്നും സംസാരിച്ചില്ല. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യവും നിസ്സഹായതയും നിഴലിച്ചിരുന്നു. അന്ന് രാത്രി തമ്പടിച്ചിരിക്കുമ്പോൾ തെസിഗർ തൻ്റെ പുതിയ കൂട്ടാളികളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു.
അവർ ബിൻ കബീനയെപ്പോലെ സ്നേഹമുള്ളവരോ ബിൻ ഗബേഷിയെപ്പോലെ നിഷ്കളങ്കരോ ആയിരിക്കാൻ, പക്ഷെ അവർക്ക് ഈ ലോകത്തെങ്ങനെ അതിജീവിക്കണമെന്ന് നന്നായി അറിയാം. അവരുടെ പരുക്കൻ സ്വഭാവത്തിന് കാരണം അവർ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളാണ്. ഇവിടെ അതിജീവനത്തിന് വേണ്ടത് സൗഹൃദമല്ല, മറിച്ച് കൗശലവും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ മടിക്കാത്ത കാർക്കശ്യവുമാണ്. തെസിഗർ ആകാശത്തേക്ക് നോക്കി. അതേ നക്ഷത്രങ്ങൾ, റൂബൽ ഖാലിയുടെ മുകളിൽ കണ്ട അതേ ആകാശം. പക്ഷെ ഇപ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് കീഴിൽ താൻ ഒട്ടും സുരക്ഷിതനല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ആദ്യത്തെ യാത്ര ഒരു കവിത പോലെയായിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യത്തിൻ്റെ പരുക്കൻ ഗദ്യമാണ്. ഇവിടെ ഓരോ വളവിലും അപകടം പതിഞ്ഞിരിക്കുന്നു. ഓരോ അപരിചിതന്റെ കണ്ണുകളിലും സംശയത്തിൻ്റെ നിഴലുണ്ട്. ഈ യാത്രയുടെ ബാക്കി ഭാഗം എങ്ങനെയായിരിക്കുമെന്നോർത്ത് ഒരു ചെറിയ ഉൾക്കിടിലത്തോടെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. ആ മലയിടുക്കിലെ കൊള്ളയ്ക്ക് ശേഷം തെസീഗറിന്റെ സംഘത്തിൽ എപ്പോഴും ഒരുതരം ജാഗ്രതയായിരുന്നു. അവർ ഇപ്പോൾ സംസാരിക്കുന്നത് പോലും ശബ്ദം താഴ്ത്തിയാണ്. രാത്രിയിലെ തീയുടെ വെളിച്ചം ദൂരെ നിന്ന് ആരെങ്കിലും കാണുമോ എന്ന് ഭയന്ന് അവർ ഇപ്പോൾ തീയിടുന്നത് പോലും വളരെ കുറവാണ്. ഷെയ്ഖ് ഹമ്മദിന്റെ മുഖത്ത് എപ്പോഴും ഒരു ഗൗരവഭാവമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിരന്തരം ചുറ്റുമുള്ള പാറക്കെട്ടുകളുടെ മുകളിലേക്ക് പോകുന്നുണ്ട്, ആരെങ്കിലും തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. ആ കൊള്ളയോടെ അവർക്കൊരു തോക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ വലുത് ആത്മവിശ്വാസത്തിൻ്റെ നഷ്ടമായിരുന്നു. ഈ ഭൂമിയിൽ തങ്ങൾ ഒറ്റയ്ക്കാണെന്നും ആരും തങ്ങളെ സഹായിക്കാനില്ലെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹദ്രമൗത്തിലെ വാദികൾ പിന്നിട്ട് അവർ പതിയെ റൂബ് അൽ ഖാലിയുടെ തെക്കേ അറ്റത്തുള്ള മണൽപ്പരപ്പിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. പക്ഷേ ഇത് ആദ്യ യാത്രയിൽ കണ്ടതുപോലെയുള്ള സ്വർണ്ണ മണൽക്കുന്നുകളല്ല. ഇവിടെ മണലിന് ഒരുതരം ചാരനിറമാണ്. മണലിനു മുകളിൽ കറുത്ത നിറത്തിലുള്ള ചെറിയ കല്ലുകൾ വിതറിയിട്ടതുപോലെ കാണാം. ഇടയ്ക്കിടെ കരിഞ്ഞ മരങ്ങൾ പോലെ വെള്ളം കിട്ടാതെ മുരടിച്ചുപോയ അക്കേഷ്യ മരങ്ങളുടെ പ്രേതരൂപങ്ങൾ കാണാം. ഈ പ്രദേശം കൂടുതൽ വിജനവും ജീവനില്ലാത്തതുമാണ്. ഈ ഭൂപ്രകൃതി യാത്രക്കാരുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. ആദ്യ യാത്രയിലെ മണലിന് ഒരുതരം പ്രൗഢിയുണ്ടായിരുന്നു. എന്നാൽ ഈ ചാരനിറം കാണുമ്പോൾ മനസ്സിലൊരുതരം വിഷാദം നിറയുന്നു. ഒരു ദിവസം അവരൊരു വിശാലമായ സമതലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുസലം പെട്ടെന്ന് ഒട്ടകത്തെ നിർത്തി. അവൻ ദൂരേക്ക് വിരൽ ചൂണ്ടി. പുക, അവൻ പറഞ്ഞു. വളരെ ദൂരെ ചക്രവാളത്തിൽ നേർത്ത ഒരു നീല നൂലുപോലെ പുക ആകാശത്തേക്ക് ഉയരുന്നത് കാണാം. അതൊരു ക്യാമ്പിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ആരുടെ ക്യാമ്പ്? അത് തങ്ങളെ കൊള്ളയടിച്ച ഗോത്രക്കാരുടേതാണോ? അതോ മറ്റേതെങ്കിലും ശത്രുക്കളുടേതാണോ? അതോ വഴിപോക്കർക്ക് സഹായം നൽകുന്ന ഒരു സൗഹൃദ ഗോത്രമാണോ? അവർക്കതറിയില്ല. അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ആ ക്യാമ്പിനെ ഒഴിവാക്കി വളഞ്ഞ വഴിയിലൂടെ പോകണോ? അതിന് കൂടുതൽ സമയമെടുക്കും. അവരുടെ കയ്യിലുള്ള വെള്ളം അത്രയും ദിവസത്തേക്ക് തികഞ്ഞേക്കില്ല. അതോ ധൈര്യം സംഭരിച്ച് ആ ക്യാമ്പിലേക്ക് നേരെ ചെല്ലണോ? അത് ഒരുപക്ഷേ ആത്മഹത്യയ്ക്ക് തുല്യമായേക്കാം. ഷെയ്ഖ് ഹമ്മദും മുസല്ലമും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകുന്നു. മുസല്ലം പറയുന്നത് ഒഴിവാക്കി പോകാമെന്നാണ്. നമ്മൾ എന്തിനാണ് വെറുതെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത്? അവൻ ചോദിക്കുന്നു. പക്ഷേ ഷെയ്ഖ് ഹമ്മദിന് മറ്റൊരഭിപ്രായമായിരുന്നു. നമ്മൾ എത്ര ദൂരം അവരെ ഒഴിവാക്കി പോകും? ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മറ്റു മനുഷ്യരെ കണ്ടുമുട്ടിയേ പറ്റൂ. ധൈര്യമായി നേരിടുന്നതാണ് ബുദ്ധി. അവസാനം ഷെയ്ഖ് ഹമ്മദിന്റെ തീരുമാനം അംഗീകരിക്കപ്പെടുന്നു. അവർ ആ പുക കണ്ട ദിശയിലേക്ക് യാത്ര തിരിക്കുന്നു. ഓരോ നിമിഷം കഴിയുംതോറും തെസിഗറിന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഇതൊരു ചൂതാട്ടം പോലെയാണ്. ജയിച്ചാൽ അവർക്ക് വെള്ളവും സുരക്ഷിതമായൊരു രാത്രിയും കിട്ടും. തോറ്റാൽ ഒരുപക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അവരൊരു ചെറിയ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ ആ കാഴ്ച വ്യക്തമായി കണ്ടു. താഴെ ഒരു ചെറിയ താഴ്വരയിൽ 10ഓളം കറുത്ത കൂടാരങ്ങൾ. കുറച്ച് ഒട്ടകങ്ങൾ അലഞ്ഞു നടക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്നതിൻ്റെ നേർത്ത ശബ്ദം കാറ്റിലൊഴുകി വരുന്നുണ്ട്. അതൊരു കുടുംബം തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഏത് കുടുംബം, ഏത് ഗോത്രം? അവർ ആ കുന്നിൻ മുകളിൽ അല്പനേരം നിന്നു. ബദൂക്കൾക്കിടയിൽ ഒരു നിയമമുണ്ട്.
ഒരു അപരിചിതന്റെ ക്യാമ്പിലേക്ക് മുൻകൂട്ടി അറിയിക്കാതെ ആയുധങ്ങളുമായി നേരെ ചെന്ന് കയറാൻ പാടില്ല. അതൊരു തരം വെല്ലുവിളിയായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് ഷെയ്ഖ് ഹമദ് തൻ്റെ തോക്ക് ഒട്ടകത്തിൻ്റെ പുറത്തു വെച്ചതിന് ശേഷം ഒറ്റയ്ക്ക് കുന്നിറങ്ങി ആ കൂടാരങ്ങളെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അദ്ദേഹം നിരായുധനാണെന്നും സമാധാനപരമായാണ് വരുന്നതെന്നും അറിയിക്കാനുള്ളൊരു മാർഗമാണത്. തേസിഗറും മുസല്ലമും കുന്നിൻ മുകളിൽ ശ്വാസം അടക്കിപ്പിടിച്ച് ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. ഷെയ്ഖ് ഹമദിൻ്റെ ആ ചെറിയ രൂപം ആ വിശാലമായ താഴ്വരയിലൂടെ നടന്നു പോകുന്നത് കാണാം. ആ കൂടാരങ്ങളിൽ നിന്ന് കാവൽ നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാം. അതോടെ കൂടാരങ്ങളിൽ നിന്ന് കുറച്ച് പുരുഷന്മാർ പുറത്തു വന്നു. അവരുടെ കയ്യിലും തോക്കുകളുണ്ട്. അവർ ഷെയ്ഖ് ഹമദിന് ചുറ്റും കൂടി എന്തൊക്കെയോ ചോദിക്കുന്നത് ദൂരെ നിന്ന് കാണാം. ആ നിമിഷങ്ങൾക്ക് ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമുള്ളതായി തെസിഗറിന് തോന്നി. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം ആശ്ചര്യകരമായ ഒരു കാര്യം സംഭവിച്ചു. ആയുധധാരികളായ ആ മനുഷ്യരുടെ മുഖത്തെ കാർക്കശ്യം അയിഞ്ഞു. അവരിലൊരാൾ മുന്നോട്ട് വന്ന് ഷെയ്ഖ് ഹമദിനെ ആലിംഗനം ചെയ്തു. അവർക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല. പക്ഷേ അദ്ദേഹം ഏതു ഗോത്രക്കാരനാണെന്നും ഏതു കുടുംബത്തിലെ അംഗമാണെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഒരൊറ്റ തിരിച്ചറിയലിൽ ശത്രുതയുടെ സാധ്യത അവസാനിച്ചു. ഷെയ്ഖ് ഹമദ് കുന്നിൻ മുകളിലേക്ക് കൈവീശി കാണിച്ചു. അതൊരടയാളമായിരുന്നു. അപകടമില്ല, താഴേക്ക് വരാം. തെസിഗറും മുസല്ലമും താഴേക്ക് ചെല്ലുമ്പോൾ ക്യാമ്പിലെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. നായ്ക്കൾ കുരനിർത്തി, പുരുഷന്മാർ തങ്ങളുടെ തോക്കുകൾ താഴെ വെച്ചിരിക്കുന്നു. അവർ തെസിഗറിൻ്റെ സംഘത്തെ തങ്ങളുടെ ഏറ്റവും വലിയ കൂടാരത്തിലേക്ക് ക്ഷണിച്ചു. അതൊരാതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ കൂടാരത്തിനുള്ളിൽ നിലത്തൊരു പരവതിന് വിരിച്ചിട്ടുണ്ട്. അവരതിലിരുന്നു. അധികം വൈകാതെ ബദൂക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആതിഥേയ മര്യാദയുടെ ചടങ്ങ് ആരംഭിച്ചു. കാപ്പിയുണ്ടാക്കൽ. ആ ക്യാമ്പിലെ തലവനാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം കുറച്ച് പച്ച കാപ്പിക്കുരുവെടുത്ത് തീക്കനലിന് മുകളിൽ പിടിച്ച ഒരു ചെറിയ പാത്രത്തിലിട്ട് വറുക്കുന്നു. കാപ്പി വറുക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഗന്ധം ആ കൂടാരത്തിനുള്ളിൽ നിറഞ്ഞു. അതിനുശേഷം ചൂടുള്ള ആ കാപ്പിക്കുരുക്കൾ ഒരു മരത്തിൻ്റെ ഉരലിലിട്ട് ഇടിച്ചു പൊടിക്കാൻ തുടങ്ങി. അതൊരു സാധാരണ ഇടിയല്ല, അതിനൊരു താളമുണ്ട്. ദൂരെ നിന്ന് കേൾക്കുന്ന ഒരാൾക്ക് അതൊരു സ്വാഗതത്തിൻ്റെ സംഗീതമാണ്. ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. പൊടിച്ച കാപ്പി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൈപ്പേറിയ കറുത്ത കാപ്പി തയ്യാറാക്കുന്നു. അത് ചെറിയ കപ്പുകളിൽ ഓരോരുത്തർക്കായി ഊഴമനുസരിച്ചൊഴിച്ചു കൊടുക്കുന്നു. ഓരോ കപ്പിലും കുറച്ചു കാപ്പി മാത്രമേ ഉണ്ടാകൂ. 3 തവണ കുടിച്ചു കഴിഞ്ഞാൽ മര്യാദയനുസരിച്ച് കപ്പ് തിരികെ നൽകണം. കാപ്പി കുടിക്കുന്നതിനിടയിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഈ ഗോത്രക്കാർ സാർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർ തെസിഗറിൻ്റെ കൂട്ടാളികളുടെ ശത്രുക്കളായിരുന്നില്ല, എന്നാൽ അടുത്ത മിത്രങ്ങളുമല്ല. പക്ഷേ മരുഭൂമിയിലെ നിയമമനുസരിച്ച് തങ്ങളുടെ അതിഥിയെ സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ പരസ്പരം വാർത്തകൾ കൈമാറി. എവിടെയാണ് നല്ല മേച്ചിൽപ്പുറങ്ങളുള്ളത്, ഏത് കിണറിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സംഭാഷണത്തിനിടയിൽ ഷെയ്ഖ് ഹമദ് തങ്ങൾ പോകുന്ന വഴിയെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ സാർ ഗോത്രത്തിലെ തലവൻ്റെ മുഖം ഗൗരവമുള്ളതായി. ആ വഴിക്ക് പോകരുത്, അത് ദഹും ഗോത്രത്തിൻ്റെ സ്ഥലമാണ്. ആ പേര് കേട്ടപ്പോൾ മുസല്ലിമിൻ്റെ മുഖം വിളറുന്നത് തെസിഗർ ശ്രദ്ധിച്ചു. അവർക്ക് നിയമങ്ങളില്ല. സാർ തലവൻ തുടർന്നു. അവർ അതിഥികളെ ബഹുമാനിക്കില്ല, വാക്കുപാലിക്കുകയുമില്ല. അവർ സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടില്ല. അവർക്ക് വേണ്ടത് പണം മാത്രമല്ല, നിങ്ങളുടെ ജീവൻ കൂടിയാണ്. ഇതൊരു സൗഹൃദപരമായ മുന്നറിയിപ്പായിരുന്നു. അന്ന് രാത്രി തെസിഗറിൻ്റെ സംഘം ആ സാർ ഗോത്രത്തിൻ്റെ സംരക്ഷണയിൽ അവിടെ കഴിഞ്ഞു. അവർക്ക് ആട്ടിറച്ചിയും റൊട്ടിയും ഭക്ഷണമായി നൽകി. ഒട്ടകങ്ങൾക്ക് പുല്ല് കൊടുത്തു. പക്ഷേ തെസിഗറിൻ്റെ മനസ്സിൽ ആ മുന്നറിയിപ്പ് ഒരു ഭയമായി നിറഞ്ഞിരുന്നു. ഈ മരുഭൂമിക്ക് 2 മുഖങ്ങളുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ഒരു വശത്ത് ഒരു പരിചയവുമില്ലാത്ത തങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു, തങ്ങളുടെ ഭക്ഷണം പങ്കുവെക്കുന്നു. മറുവശത്ത് യാതൊരു നിയമങ്ങളും പാലിക്കാത്ത ക്രൂരന്മാരായ മറ്റൊരു ഗോത്രം തങ്ങളെയും കാത്തു മുന്നിലെവിടെയോ ഉണ്ട്. ഇവിടെ അതിജീവനമെന്നത് ഭാഗ്യത്തെയും കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ സ്വഭാവത്തെയും ഒരുപാട് ആശ്രയിച്ചിരിക്കുന്നു. സാർ ഗോത്രക്കാരുടെ മുന്നറിയിപ്പ് ഒരു കരിനിഴൽ പോലെ തെസിഗറിൻ്റെ സംഘത്തെ പിന്തുടരുകയാണ്. അവരിപ്പോൾ യാത്ര ചെയ്യുന്നത് അതീവ ജാഗ്രതയോടെയാണ്. ദഹും ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ അവർ കൂടുതൽ വളഞ്ഞതും ദുർഘടവുമായ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു.
ഈ വഴിയിലൂടെ മുൻപ് ആരും അധികം സഞ്ചരിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. ഒട്ടകങ്ങളുടെ കാലടിപ്പാടുകൾ പോലും മണലിൽ കാണാനില്ല. ഭൂമി വീണ്ടും രൂപം മാറുന്നു. ഇപ്പോൾ അതൊരു ഉപ്പുപാടമാണ്. വെള്ളം വറ്റി വെയിലുകൊണ്ട് വിണ്ടുകീറി പൊളിഞ്ഞ വെളുത്ത നിറത്തിലുള്ള ഒരനന്തമായ പരവതാനി. നടക്കുമ്പോൾ ഉപ്പിൻ്റെ പാളികൾ കാലിനടിയിൽ കിടന്ന് പൊട്ടുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഈ ശബ്ദം പോലും ഈ വലിയ നിശബ്ദതയിൽ ഒരു അലോസരമായി തോന്നുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു. അവരുടെ വെള്ളം വീണ്ടും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാർ ഗോത്രക്കാർ പറഞ്ഞുകൊടുത്ത ഒരു കിണറിനെ ലക്ഷ്യമാക്കിയാണ് അവരുടെ യാത്ര. പക്ഷേ ആ കിണർ സൗദി അറേബ്യയുടെ അതിർത്തിക്ക് വളരെ അടുത്താണ്. ആധുനിക ഭൂപടങ്ങളിലെ അതിർത്തി രേഖകൾക്ക് ബദൂക്കളുടെ ലോകത്ത് ഒരു പ്രസക്തിയുമില്ലായിരുന്നു. അവർ നൂറ്റാണ്ടുകളായി തങ്ങളുടെ കാലിമേച്ചിൽ സ്ഥലങ്ങൾക്കും കിണറുകൾക്കും വേണ്ടി ഈ ഭൂമിയിലൂടെയെല്ലാം സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഷെയ്ഖ് ഹമദ് ഒരു ദിവസം രാത്രി തെസിഗറിനോട് വിശദീകരിച്ചു. തെസിഗർ, അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ മരുഭൂമി പഴയതുപോലെയല്ല. ഇബിൻ സൗദിൻ്റെ ആളുകൾ എല്ലായിടത്തുമുണ്ട്. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് ഇബിൻ സൗദിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഗോത്രത്തലവന്മാർക്ക് പണവും ആയുധങ്ങളും നൽകുന്നു. പകരം അവർ അദ്ദേഹത്തോട് കൂറു പുലർത്തണം. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെക്കുറിച്ച് വിവരം നൽകണം. ഷെയ്ഖ് ഹമദിൻ്റെ വാക്കുകളിൽ ഒരുതരം ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് ചില ബദൂക്കൾ ഇപ്പോൾ വെറും ബദൂക്കളല്ല, അവർ സൗദിയുടെ ചാരന്മാരാണ്. അനുവാദമില്ലാതെ ഈ പ്രദേശത്തു കൂടി പോകുന്ന ഒരു വിദേശിയെ കണ്ടാൽ അവർക്കതൊരു വലിയ സമ്മാനം കിട്ടാനുള്ള അവസരമാണ്. ഈ വാക്കുകൾ തെസീഗറിൻ്റെ മനസ്സിൽ ഒരു പുതിയ ഭയം നിറച്ചു. താൻ ഭയക്കേണ്ടത് കൊള്ളക്കാരെ മാത്രമല്ല, സാധാരണക്കാരായി തോന്നുന്ന ബദൂക്കളി കൂടിയാണ്. തൻ്റെ നിറം, തൻ്റെ വംശം, അത് തന്നെ ഒരു അടയാളപ്പെടുത്തപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. ഈ യാത്രയുടെ അപകടം പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഒടുവിൽ അവർ ആ കിണറിനടുത്തേക്ക് എത്തുന്നു. ദൂരെ നിന്നേ അവർക്കവിടെ ആളനക്കം കാണാമായിരുന്നു. ഒരു ചെറിയ കൂട്ടം ബദൂക്കൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു. അവരുടെ കൂടാരങ്ങൾ സാർഗോത്രക്കാരുടേതുപോലെ ആയിരുന്നില്ല, കുറച്ചുകൂടി പുതിയതും വലുപ്പമുള്ളതുമായിരുന്നു. അവർ തെസീഗറിൻ്റെ സംഘത്തെ കണ്ടപ്പോൾ സൗഹൃദപരമായി കൈവീശി കാണിക്കുകയോ അടുത്തേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല. പകരം അവർ തങ്ങളുടെ ജോലികൾ നിർത്തി നിശബ്ദരായി ഇവരെ തന്നെ നോക്കി നിന്നു. അതൊരു നല്ല ലക്ഷണമായിരുന്നില്ല. തെസീഗറിൻ്റെ സംഘം കിണറിനടുത്തേക്കു ചെന്നു. പതിവ് പോലെ ഷെയ്ഖ് ഹമദാണ് സംസാരിക്കാൻ മുന്നോട്ടു പോയത്. അദ്ദേഹം അവർക്ക് സലാം പറഞ്ഞു. അവിടുത്തെ തലവനെന്ന് തോന്നിക്കുന്ന ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ സലാം മടക്കി. പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഒരുതരം തണുപ്പൻ നിസ്സംഗതയായിരുന്നു. നിങ്ങൾക്ക് വെള്ളമെടുക്കാം, പക്ഷെ അതിനു മുൻപ് നിങ്ങളുടെ തസ്രീഹ് കാണിക്കണം. ആ വാക്കു കേട്ടപ്പോൾ ഷെയ്ഖ് ഹമദും മുസല്ലമും ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി. തസ്രീഹ് എന്നാൽ അനുമതി പത്രമാണ്. സൗദി ഭരണകൂടം നൽകുന്ന ഔദ്യോഗിക യാത്രാ അനുമതി. മരുഭൂമിയുടെ നടുവിലുള്ള ഒരു കിണറ്റിൻകരയിൽ വെച്ച് ഒരു ബദൂ ഗോത്രത്തലവൻ തങ്ങളോട് ഔദ്യോഗിക പേപ്പറുകൾ ചോദിക്കുന്നു. അതൊരു പുതിയ ലോകത്തിൻ്റെ നിയമമായിരുന്നു. പഴയ ഗോത്ര നിയമങ്ങളല്ല. റിയാദിലേതോ സർക്കാർ ഓഫീസിൽ നിന്നുള്ള നിയമം ഇപ്പോൾ ഈ മണലാരണ്യത്തിലും എത്തിയിരിക്കുന്നു. തെസീഗറിന് മനസ്സിലായി തങ്ങൾ വല്ലാത്തൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന്. അവരുടെ കയ്യിൽ ഒരു കടലാസിൻ്റെ തുണ്ടുപോലുമില്ല. ഞങ്ങളുടെ കയ്യിൽ തസ്രീഹില്ല, ഷെയ്ഖ് ഹമദ് ശാന്തനായിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ വെറും യാത്രക്കാരാണ്, ഒമാനിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. തസ്രീഹ് ഇല്ലാതെ ഈ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ല. ഇത് സൗദി അറേബ്യയുടെ സ്ഥലമാണ്. ശേഷം അയാൾ തെസീഗറിനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ ക്രിസ്ത്യാനി ആരാണ്? ഇവനെന്തിനാണിവിടെ? ആ ചോദ്യത്തോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ക്രിസ്ത്യാനി എന്ന വാക്ക് അയാൾ ഉപയോഗിച്ച രീതിയിൽ തന്നെ പുച്ഛവും വെറുപ്പുമുണ്ടായിരുന്നു. മരുഭൂമിയിൽ അതിഥി ഏത് മതക്കാരനാണെന്നോ ഏത് നാട്ടുകാരനാണെന്നോ നോക്കാതെ സംരക്ഷണം നൽകിയിരുന്ന പഴയ നിയമങ്ങൾ ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ഒരു ബദുവായിട്ടല്ല, മറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തോടെയാണ്. ഇരുവിഭാഗവും തമ്മിലുള്ള സംഭാഷണം ഒരു വാഗ്വാദമായി മാറി. തെസീഗറിൻ്റെ സംഘം തങ്ങൾ ദാഹിച്ചു വലയുകയാണെന്നും കുറച്ചു വെള്ളം തന്നില്ലെങ്കിൽ തങ്ങളുടെ ഒട്ടകങ്ങൾ ചത്തുപോകുമെന്നും വാദിച്ചു. പക്ഷേ ആ മനുഷ്യൻ ഒരടി പിന്നാട്ട് വെച്ചില്ല. അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, നിയമം നിയമമാണ്, അയാൾ തറപ്പിച്ചു പറഞ്ഞു. അയാളുടെ ആളുകൾ തോക്കുകളെടുത്ത് തയ്യാറായി നിൽക്കുന്നത്
തെസിഗർ കണ്ടു. ഇവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ തങ്ങൾ എണ്ണത്തിൽ കുറവാണെന്നും പരാജയം ഉറപ്പാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴാണ് മുസല്ലം മുന്നോട്ട് വന്നത്. അവൻ്റെ മുഖത്ത് ദേഷ്യമാളിക്കത്തുകയായിരുന്നു. അവൻ ആ തലവനോട് ഉച്ചത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. പിന്നീട് ഷേഖ് ഹമ്മദ് അത് തെസിഗറിന് പരിഭാഷപ്പെടുത്തി കൊടുത്തു. മുസല്ലം പറഞ്ഞതിതായിരുന്നു: നിങ്ങൾ ബദൂക്കളുടെ പേരിന് കളങ്കമുണ്ടാക്കുകയാണ്. ദാഹിച്ചു വരുന്ന ഒരു യാത്രക്കാരന് വെള്ളം കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. നിങ്ങളുടെ സൗദി രാജാവിനും ഈ നിയമം ഇഷ്ടപ്പെടില്ല. ഞങ്ങളിപ്പോൾ തിരികെ പോകുന്നു. പക്ഷേ ഞങ്ങൾ ഈ അനീതിയെക്കുറിച്ച് എല്ലാ ഗോത്രങ്ങളോടും പറയും. അതൊരു ഭീഷണിയായിരുന്നു. ബദൂക്കൾക്കിടയിൽ അഭിമാനം, സൽപ്പേര് എന്നിവയ്ക്ക് വലിയ വിലയുണ്ട്. തങ്ങളെക്കുറിച്ച് മോശമായ ഒരു വാർത്ത പരക്കുന്നത് ഒരു ഗോത്രവും ഇഷ്ടപ്പെടില്ല. ഈ ഭീഷണി ഒരു ചെറിയ ഫലം കണ്ടു. ആ തലവന്റെ മുഖത്ത് ഒരു ചെറിയ സംശയം നിഴലിച്ചു. അവൻ തന്റെ കൂട്ടാളികളുമായി അല്പനേരം സംസാരിച്ചു. ഒടുവിൽ അവനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ശരി, നിങ്ങൾക്കൊരാൾക്ക് മാത്രം ഒരു തോൽസഞ്ചി വെള്ളം കൊണ്ടുപോകാം. അതിൽ കൂടുതൽ ഒരു തുള്ളി പോലും തരില്ല. എന്നിട്ടിപ്പോൾ തന്നെ ഇവിടെ നിന്നു പോകണം. അതൊരു പൂർണ്ണമായ വിജയമായിരുന്നില്ല, പക്ഷേ ആ സാഹചര്യത്തിൽ അതൊരു വലിയ കാര്യമായിരുന്നു. അവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുറച്ചു വെള്ളം കിട്ടിയിരിക്കുന്നു. മുസല്ലം വേഗത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒരു സഞ്ചിയിൽ നിറച്ചു. ആ സമയമത്രയും മറ്റേ സംഘം അവരെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ നോട്ടത്തിൽ വെറുപ്പും സംശയവുമുണ്ടായിരുന്നു. വെള്ളം നിറച്ചു കഴിഞ്ഞയുടൻ തെസീഗറിന്റെ സംഘം അവിടെ നിന്ന് തിരിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ല. കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ മാത്രമാണ് അവർ യാത്ര നിർത്തിയത്. അവർക്ക് കിട്ടിയത് ഒരേ ഒരു സഞ്ചി വെള്ളമാണ്. സംഘത്തിൽ 5 പേരും 10ഓളം ഒട്ടകങ്ങളുമുണ്ട്. അടുത്ത കിണർ ദിവസങ്ങളകലെയാണ്. ഈ വെള്ളം കൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആ രാത്രി തീയിടാതെ ഇരുട്ടിലിരുന്ന് അവർ ആ വെള്ളം പങ്കിട്ടെടുത്തു. ഓരോരുത്തർക്കും ഒരിറക്കു മാത്രം. ഒട്ടകങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. തെസീഗറിന് ആ നിമിഷം പൂർണ്ണമായി ബോധ്യമായി. ആധുനിക രാഷ്ട്രീയം, അതിർത്തികൾ, മതപരമായ അസഹിഷ്ണുത എന്നിവയെല്ലാം ഇപ്പോൾ ഈ മണലാരണ്യത്തിന്റെ ഹൃദയത്തിൽ പോലും എത്തിയിരിക്കുന്നു. താൻ സ്നേഹിച്ച, അതിഥികളെ ദൈവത്തെപ്പോലെ കണ്ട പഴയ ബദൂലോകം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദികളുടെ ഈ പുതിയ നിഴൽ ഈ മരുഭൂമിയിലെ ജീവിതത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും നന്മയെയും ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് ദാഹത്തേക്കാൾ വലിയൊരു വേദനയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു. ഒരൊറ്റ തൂൽസഞ്ചിയിലെ വെള്ളം പങ്കുവെച്ചുകൊണ്ടുള്ള ആ യാത്ര അതിജീവനത്തിന്റെ അവസാനത്തെ പരീക്ഷണം പോലെയായിരുന്നു. ആരും സംസാരിക്കുന്നില്ല. ഓരോരുത്തരുടെയും ചുണ്ടുകൾ വരണ്ടുപൊട്ടിയിരിക്കുന്നു. തൊണ്ടയിൽ നിന്നൊരു വാക്ക് പുറത്തു വന്നാൽ അത് ശരീരത്തിലെ അവസാനത്തെ ഈർപ്പവും കൊണ്ടുപോകുമെന്ന് അവർക്കറിയാം. അവരുടെ ചിന്തകൾ പോലും വരണ്ടുണങ്ങിയതുപോലെ തോന്നുന്നു. ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ശരീരമല്ല, ഉള്ളിലെവിടെയോ കെടാതെ നിൽക്കുന്ന നേർത്ത ഒരു പ്രതീക്ഷയുടെ നാളം മാത്രമാണ്. തെസീഗറിന്റെ മനസ്സിൽ ആ സൗദി ബദുവിന്റെ മുഖം തെളിഞ്ഞു വരുന്നു. അയാളുടെ തണുത്ത കണ്ണുകളും തസ്രീഹ് എന്ന വാക്കും. അതൊരു വ്യക്തിയുടെ ക്രൂരതയായിരുന്നില്ല, മറിച്ചൊരു ലോകം അവസാനിക്കുന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു. സ്വാതന്ത്ര്യമെന്ന വാക്കിന് അർത്ഥമില്ലാതാകുന്നതിൻ്റെ സൂചന. ഒട്ടകങ്ങൾ തലതാഴ്ത്തി കാലുകൾ വലിച്ചുവെച്ച് നടക്കുകയാണ്. അവയുടെ കണ്ണുകളിൽ ഒരു തരം ശൂന്യതയാണ്. ഈ യാത്രയുടെ തുടക്കത്തിൽ അവയ്ക്കുണ്ടായിരുന്ന ശക്തിയും പ്രതാപവുമെല്ലാം ഈ മണൽ വിഴുങ്ങിക്കാഞ്ഞിരിക്കുന്നു. ഈ നിശബ്ദമായ സംഘം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ പ്രേതയാത്ര പോലെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ ചുവടും ഒരു യാന്ത്രികമായ ചലനം മാത്രം. അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്തിൽ കാറ്റിൻ്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം വരുന്നു. വരണ്ട പൊടിമണ്ണിൻ്റെ ഗന്ധമല്ല ഇപ്പോൾ. കുറച്ചുകൂടി തണുപ്പുള്ള എന്തോ ഒരു സസ്യത്തിൻ്റെ നേർത്ത ഗന്ധം ആ കാറ്റിൽ കലർന്നിരിക്കുന്നു. അതൊരു തോന്നലാണോ അതോ മറ്റൊരു മരീചികയോ? ആരും പ്രതികരിക്കുന്നില്ല. പ്രതീക്ഷിക്കാൻ പോലും അവർ ഭയപ്പെടുന്നു. പക്ഷേ മണിക്കൂറുകൾ കഴിയും തോറും ആ ഗന്ധം കൂടുതൽ വ്യക്തമായി വരുന്നു. അതോടെ ആദ്യമായി ദിവസങ്ങൾക്ക് ശേഷം മുസല്ലം തലയുയർത്തി നോക്കുന്നു. അവൻ്റെ കണ്ണുകൾ ദൂരേക്കുറ്റുനോക്കി. മലകൾ എന്ന് അവൻ വളരെ നേർത്ത് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാവരും നോക്കി. അതെ, ദൂരെ ചക്രവാളത്തിൽ മഞ്ഞിൻ്റെ ഒരു നേർത്ത പാളി പോലെ എന്തോ ഒന്ന് കാണുന്നു. അത് മണൽക്കുന്നുകളല്ല, അവയ്ക്ക് സ്ഥിരമായൊരു രൂപമുണ്ട്. ഉറച്ച കല്ലുപോലുള്ള ഒന്ന്.
അത് ഒമാന്റെ അതിർത്തിയിലുള്ള മലനിരകളാണ്. റൂബ് അൽ ഖാലിയുടെ ഭീകരമായ സാമ്രാജ്യം അവസാനിക്കുന്നതിൻ്റെ അടയാളം. ആ കാഴ്ച കണ്ടപ്പോൾ ആരുടെയും മുഖത്ത് വലിയ സന്തോഷമൊന്നും വിരിഞ്ഞില്ല. പകരം ഒരുതരം നിർവികാരമായ ആശ്വാസമാണ് പടർന്നത്. ഒരു നീണ്ട യുദ്ധം കഴിഞ്ഞ് ജയിച്ചോ തോറ്റോ എന്നറിയാതെ തളർന്നവശനായി വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സൈനികന്റെ ഭാവമായിരുന്നു അവർക്കെല്ലാം. ആ മലനിരകളെ ലക്ഷ്യമാക്കി അവർ നടന്നു. ഓരോ മണിക്കൂർ കഴിയുന്തോറും ആ മലകൾ വലുതായി കൂടുതൽ വ്യക്തമായി വന്നു. ഭൂമിയുടെ സ്വഭാവം മാറുന്നത് അവർക്ക് കാലുകളിലൂടെ അറിയാൻ തുടങ്ങി. ഉപ്പുപാടങ്ങൾ അപ്രത്യക്ഷമായി. ഉറപ്പുള്ള ചരൽ നിലങ്ങൾ വന്നു. ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു പച്ചില കാണുന്നത് പോലെ ഒരു ഉണങ്ങിയ കുറ്റിച്ചെടിയിൽ 1-2 പച്ചയിലകൾ അവർ കണ്ടു. ഒട്ടകങ്ങളിലൊന്ന് ആ ഇലകൾ കണ്ടപ്പോൾ അതിൻ്റെ നടത്തത്തിന് ഒരു ചെറിയ വേഗം കൂടി. അത് ആ കുറ്റിച്ചെടിയുടെ അടുത്തേക്ക് ചെന്ന് ആർത്തിയോടെ ആ ഇലകൾ കടിച്ചു പറിച്ചു. ആ കാഴ്ച ആ യാത്രയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ജീവൻ എത്ര ചെറുതാണെങ്കിലും അതിനെത്രമാത്രം വിലയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അന്നു വൈകുന്നേരം അവർ ആ മലനിരകളുടെ താഴ്വാരത്തെത്തി. അവിടെ ഒരു പാറയിടുക്കിൽ നിന്ന് ഒരു ചെറിയ നീരുറവ ഒഴുകുന്നുണ്ടായിരുന്നു. അതൊരു വലിയ പുഴയൊന്നുമല്ല, പക്ഷേ അതിലെ വെള്ളം ശുദ്ധമായിരുന്നു. അവർ ആ വെള്ളത്തിൽ മുഖം കഴുകി കൈകുമ്പണയിൽ കോരിയെടുത്ത് മതിവരുവോളം കുടിച്ചു. മാസങ്ങൾക്കു ശേഷം ഭയമില്ലാതെ അളന്നു തൂക്കാതെ അവർ വെള്ളം കുടിക്കുകയാണ്. ഓരോ തുള്ളി വെള്ളവും അവരുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നത് പോലെ തോന്നി. ആ നീരുറവയുടെ കരയിൽ കല്ലുകൾക്ക് മുകളിൽ അവർ തളർന്നു കിടന്നു. രാത്രിയാകുമ്പോൾ ആ മലഞ്ചെരിവ് അവർക്കൊരു സുരക്ഷിതമായ താവളമായി. അവർ തീ കൂട്ടി. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി തീയുടെ വെളിച്ചം ആരെങ്കിലും കാണുമോ എന്ന് ഭയക്കാതെ അവരാ തീജ്വാലയ്ക്ക് ചുറ്റുമിരുന്നു. പക്ഷെ ആരും അധികം സംസാരിച്ചില്ല. അവരുടെയെല്ലാം മനസ്സിൽ ഒരു യാത്ര അവസാനിക്കുന്നതിൻ്റെ ക്ഷീണവും ശൂന്യതയുമായിരുന്നു. തെസിഗർ ആ തീയുടെ വെളിച്ചത്തിൽ തൻ്റെ കൂട്ടാളികളുടെ മുഖത്തേക്ക് നോക്കി. യാത്രയുടെ തുടക്കത്തിൽ കണ്ട ആളുകളായിരുന്നില്ല അവർ. അവരുടെ മുഖത്തെ ഓരോ ചുളിവിലും ഓരോ വരയിലും ഈ മരുഭൂമി അതിൻ്റെ കഥ എഴുതി വച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് പ്രായം കൂടിയതുപോലെ തോന്നുന്നു. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും യാത്ര തുടങ്ങി. പക്ഷെ ഇന്നത്തെ യാത്ര വ്യത്യസ്തമാണ്. ഇനി വിജനതയിലൂടെയല്ല. ഇടയ്ക്കിടെ ആട്ടിടയന്മാരെ കാണുന്നുണ്ട്. അവരിവരെ കാണുമ്പോൾ കൈവീശുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. ലോകം വീണ്ടും സൗഹൃദപരമായി തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ ദൂരെ ഒരു ഗ്രാമത്തിൻ്റെ ആദ്യത്തെ അടയാളങ്ങൾ അവർ കണ്ടു തുടങ്ങി. കൃഷിയിടങ്ങൾ, ചെറിയ വീടുകൾ, മനുഷ്യരുടെ ശബ്ദങ്ങൾ. അവർ നാഗരികതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അവസാനമായി അവർ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ സലാലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി. അവിടെ വെച്ച് ഈ നീണ്ട യാത്രയുടെ അവസാനം കുറിക്കപ്പെടുകയാണ്. മുസല്ലമും ഷെയ്ഖ് ഹമദും മറ്റു കൂട്ടാളികളും അവരവരുടെ വഴികൾക്ക് പിരിഞ്ഞു പോകാൻ തയ്യാറായി. തെസിഗർ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പ്രതിഫലം നൽകി. പക്ഷെ അതൊരു കച്ചവടത്തിൻ്റെ അവസാനമായിരുന്നില്ല. ആ പരുക്കൻ മനുഷ്യരുടെ കണ്ണുകളിൽ യാത്രയുടെ തുടക്കത്തിൽ കാണാത്ത ഒരുതരം സ്നേഹവും ബഹുമാനവും തെസിഗറിന് കാണാൻ കഴിഞ്ഞു. അവരൊരുമിച്ച് ഒരുപാട് അനുഭവിച്ചു. ഒരുമിച്ച് മരണത്തെ മുഖാമുഖം കണ്ടു. ആ അനുഭവങ്ങൾ അവരെ വെറും സഹയാത്രികർ എന്നതിലുപരി സഹോദരങ്ങളെപ്പോലെയാക്കി മാറ്റിയിരുന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞു. അവർ കുന്നുകൾക്കിടയിലൂടെ നടന്നു മറയുന്നത് തെസിഗർ ഒരു തരം നഷ്ടബോധത്തോടെ നോക്കി നിന്നു. തെസിഗർ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അദ്ദേഹം ഒരു പാറപ്പുറത്തിരുന്ന് താൻ കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി. കിഴക്ക് റൂബ് അൽ ഖാലിയുടെ മണൽക്കുന്നുകൾ അവസാനത്തെ സൂര്യാസ്തമയത്തിൻ്റെ വെളിച്ചത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നു. ആ കാഴ്ചയ്ക്ക് ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്നു. പക്ഷെ ആ സൗന്ദര്യത്തിന് താഴെ ഒരു ലോകമില്ലാതാവുകയാണെന്ന സത്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എണ്ണപ്പാടങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ ഈ മരുഭൂമിയിലൂടെ ട്രക്കുകൾ ഓടും, റോഡുകൾ വരും, നഗരങ്ങൾ ഉയരും. തൻ്റെ കൂട്ടാളികളായ ബദൂക്കൾ, ഈ മരുഭൂമിയുടെ രാജാക്കന്മാർ, അവർക്ക് തങ്ങളുടെ ഒട്ടകങ്ങളെ ഉപേക്ഷിച്ച് ഏതെങ്കിലും എണ്ണക്കമ്പനിയിൽ തൊഴിലാളികളാകേണ്ടി വരും. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അറിവുകൾ, അവരുടെ ജീവിത രീതി എല്ലാം ഈ മണലിൽ തന്നെ കുഴിച്ചു മൂടപ്പെടും. താൻ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ഭൂപ്രദേശത്തിലൂടെയുള്ള യാത്രയ്ക്കല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിനാണ് എന്ന് തെസിഗർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഭാഗ്യവാനായിരുന്നു. ആ ലോകം
എന്നേക്കുമായി അപ്രത്യക്ഷമാവുന്നതിനു മുൻപ് അതിൻ്റെ അവസാനത്തെ സ്പന്ദനങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ സൂര്യാസ്തമയം അത് വെറുമൊരു ദിവസത്തിൻ്റെ അവസാനമായിരുന്നില്ല. അതൊരു യുഗത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നു പോന്ന ഒരു ജീവിത രീതിയുടെ തന്നെ അവസാനത്തെ സൂര്യാസ്തമയമായിരുന്നു. ആ കൈക്കുന്ന എന്നാൽ മനോഹരമായ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആധുനിക ലോകത്തേക്ക് തിരിഞ്ഞു നടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം എന്നേക്കുമായി ആ അറേബ്യൻ മണലാരണ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി പതിയെ കണ്ണുകളടച്ച് ആ മരുഭൂമിയിലെ നിശബ്ദതയെക്കുറിച്ച് ഒന്നോർത്തു നോക്കൂ. ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും തീയുടെ ചുറ്റുമിരുന്ന് ബദുക്കൾ പറയുന്ന കഥകളെയും സങ്കൽപ്പിക്കൂ. ആ ലോകം ഇന്നില്ല. പക്ഷേ ഇതുപോലുള്ള കഥകളിലൂടെ, ഓർമ്മകളിലൂടെ അത് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ വാക്കും എനിക്ക് വിലപ്പെട്ടതാണ്. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.